والصلاة والسلام على أشرف الأنبياء والمرسلين محمد وآله وصحابته أجمعين. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സർവാധിനാഥനായ റബ്ബിന്റെ വിധിവിലക്കുകൾ സൂക്ഷിക്കണേ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. മുജാഹിദ് പ്രസ്ഥാനം ഇന്ന് അകപ്പെട്ടിട്ടുള്ള ഈ പ്രതിസന്ധി എങ്ങനെ ഉണ്ടായി, ആരാണ് അതിന്റെ ഉത്തരവാദികൾ എന്ന കാര്യം മുജാഹിദ് പ്രവർത്തകർ പഠിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. ഇക്കഴിഞ്ഞ 2011 KNM ഇലക്ഷനോടനുബന്ധിച്ചാണ് ഇങ്ങനെ ഒരു പ്രതിസന്ധി ഈ പ്രസ്ഥാനത്തിൽ ചില ആളുകൾ ബോധപൂർവം ഉണ്ടാക്കിയെടുത്തത്. മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഒരു വിഭാഗം ശിർക്കിലേക്ക് പോയിരിക്കുന്നു, അവർ ജിന്നിനെയും മലക്കനെയും വിളിച്ചു പ്രാർത്ഥിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് പ്രസ്ഥാനത്തെ തൗഹീദിൽ പിടിച്ചു നിർത്തണമെങ്കിൽ ഞങ്ങളുടെ പിന്നിൽ അണിനിരക്കണം. ജിന്നു വിഭാഗം എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്, അവരെ മാറ്റി നിർത്തണം എന്നിങ്ങനെ മടവൂർ വിഭാഗം വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾ അതേ രീതിയിൽ തന്നെ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ കൂട്ടത്തിൽ ചില ആളുകൾ അത് ഉറക്കെ പറയാൻ തുടങ്ങിയപ്പോഴാണ് വാസ്തവത്തിൽ സംഘടനയിൽ പ്രശ്നമുണ്ടായത്. നമുക്കറിയാം, 2002 ഒരു വിഭാഗം സംഘടനയിൽ നിന്നും പിരിഞ്ഞു പോയ ശേഷം കഴിഞ്ഞ 10 വർഷമായി ഈ സംഘടനക്കുണ്ടായ വളർച്ച അഭൂതപൂർവമായ വളർച്ചയായിരുന്നു. ജിന്നും സിഹറും ശൈത്താനും ചർച്ചാ വിഷയമാക്കി മുജാഹിദ് പ്രസ്ഥാനം അന്ധവിശ്വാസത്തിലേക്ക് തിരിച്ചുപോയി എന്ന് പ്രൊപ്പഗണ്ട ഇറക്കി പിരിഞ്ഞുപോയ ആളുകൾ നമ്മളെ പരമാവധി അപവദിക്കാനും തെറ്റിദ്ധരിപ്പിക്കാനും ശ്രമിച്ചിട്ടുണ്ടെങ്കിലും പ്രസ്ഥാനം പൊതുവെ വളർച്ചയുടെ കടവുകളിലൂടെയാണ് കടന്നുപോയത്. 2 സമ്മേളനങ്ങൾ, എറണാകുളവും ചങ്ങരംകുളവും, പ്രധാനപ്പെട്ട 2 സാൽവേഷനുകൾ കോഴിക്കോടും എറണാകുളവും, പിന്നെ KNM-ന്റെയും ISM-ന്റെയും MSM-ന്റെയും കീഴിൽ നടന്ന വിവിധങ്ങളായ ക്യാമ്പയിനുകൾ, ഇതിലൂടെയൊക്കെ ആയിരക്കണക്കിന് ആളുകൾ ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരികയും ഒരുപാട് പണ്ഡിതന്മാർ സുന്നി ഭാഗത്തു നിന്നും നമ്മുടെ പ്രസ്ഥാനത്തിലേക്ക് വരികയും ചെയ്തൊരു കാലഘട്ടമായിരുന്നു അത്. എതിരാളികളുടെ കുപ്രചരണങ്ങൾക്കോ അല്ലെങ്കിൽ അവരുടെ തെറ്റിദ്ധരിപ്പിക്കലുകൾക്കോ യാതൊരു തരത്തിലും ഈ പ്രസ്ഥാനത്തിന്റെ വളർച്ചയെ തടഞ്ഞു നിർത്താൻ സാധിച്ചില്ല എന്നത് ഒരു വസ്തുതയാണ്. അങ്ങനെ വന്നപ്പോഴാണ് ഈ പ്രസ്ഥാനത്തെ തകർക്കാൻ എന്തുണ്ട് വഴി എന്ന് ചിന്തിച്ചത്. ജിന്നും സിഹറും വലിച്ചിട്ട് അങ്ങാടിയിൽ അത് ചർച്ചയാക്കി മുജാഹിദ് പ്രസ്ഥാനം അന്ധവിശ്വാസത്തിലേക്ക് പോയി എന്ന് പ്രചരണം നടത്തിയപ്പോൾ നമ്മളതിനെ സഹീഹായ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ, ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ, സലഫ് സാലിഹുകളുടെ ചര്യയുടെ അടിസ്ഥാനത്തിൽ അതിനെ നേരിട്ടു. എത്രത്തോളം എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, സാൽവേഷനോടനുബന്ധിച്ച് ഞാൻ എഴുതിയൊരു പുസ്തകമാണിത്. ശംസുദ്ദീൻ പാലക്കോട് എന്ന KPS ഫാറൂഖിയുടെ ഒരു ലേഖനത്തിലുള്ള മറുപടിയാണിത്. ഇവിടെ ജിന്നും സിഹറും പറഞ്ഞ ആശയക്കുഴപ്പം ഉണ്ടാക്കിയത് ഞാനല്ല, മടവൂർ വിഭാഗമാണ് ആശയക്കുഴപ്പങ്ങൾ വലിച്ചിട്ടത്. അങ്ങനെ കഴിഞ്ഞ 10 വർഷമായി KNM-ന്റെ പേരിൽ എന്തൊക്കെ പരിപാടി നടന്നാലും അതിന് ബദലായി അവർ കൊണ്ടുവരുന്നത് ഒരു ജിന്നു പരിപാടിയായിരിക്കും. കഴിഞ്ഞ 10 വർഷമായി ജിന്നു പറയാത്തൊരു കൊല്ലം അവർക്ക് കഴിഞ്ഞു പോയിട്ടില്ല. പക്ഷെ ആശയക്കുഴപ്പങ്ങൾ തീർക്കാനാണ് നമ്മൾ ശ്രമിച്ചത്. ആശയക്കുഴപ്പം ആരുണ്ടാക്കിയാലും, തെറ്റിദ്ധാരണകൾ ആര് ഉയർത്തിവിട്ടാലും പ്രമാണങ്ങളെ വെളിച്ചത്തിൽ അതിന്റെ നിജസ്ഥിതി വ്യക്തമാക്കി കൊടുക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. സംഘടന പിരിഞ്ഞ ഉടൻ അവർ ആശയക്കുഴപ്പങ്ങളുമായി പ്രസംഗരംഗത്തേക്ക് ഇറങ്ങിയപ്പോ പ്രസംഗത്തിലൂടെ മറുപടി കൊടുക്കേണ്ട എന്നാണ് നമ്മോട് നേതൃത്വം പറഞ്ഞത്. നമ്മളതനുസരിച്ചു. ഇവിടെ എന്റെ കുറ്റപത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്, ആശയക്കുഴപ്പം ഉണ്ടാകുന്ന രൂപത്തിൽ പൊതുപ്രസംഗങ്ങളിൽ അത് പറയരുത്. അത് ഞങ്ങളെയൊക്കെ ഉപദേശിച്ചു, ഞങ്ങളെല്ലാം അത് സ്വീകരിച്ചു, മറുപടി കൊടുക്കാതിരുന്നു. അന്ന് ജിന്നുസേവയും പിശാചുബാധയും പിളർപ്പന്മാരുടെ സ്വന്തം കൃതികളിൽ എന്ന പേരിൽ ഈ ഉള്ളവന്റെ ഒരു പുസ്തകം ഇറക്കുകയും AP അബ്ദുൽ ഖാദർ മൗലവി പരിശോധിച്ച്, CP സലീം പരിശോധിച്ച്, ISM-ന്റെ സംഘടനാ ചാനൽ ഉപയോഗിച്ച് കേരളം മുഴുവൻ വിതരണം ചെയ്യുകയും ചെയ്തു. ശബാബിലും യുവതാ പുസ്തകങ്ങളിലും അമാനി മൗലവിയുടെ പരിഭാഷയിലുമൊക്കെ വന്നിട്ടുള്ള ഈ വിഷയമായ ഉദ്ധരണികൾ മാത്രമാണ് ആ പുസ്തകത്തിലെ ചർച്ചാ വിഷയം. ഇതൊരു പുതിയ വിഷയമല്ലെന്നും നമ്മൾ പുതുതായി എടുത്തിട്ടതല്ലെന്നും
മുമ്പേ ചർച്ച ചെയ്തു പോരുന്നതും നിങ്ങൾ കൈയടക്കി വെച്ച ശബാബും യുവതയും ഒക്കെ പ്രസിദ്ധീകരിച്ചതിലുള്ളതാണെന്നും നാം ബോധ്യപ്പെടുത്തി കൊടുത്തു. പിന്നീട് കോഴിക്കോട് സാൽവേഷന് മുമ്പായി വീണ്ടും അവർ ഈ ക്യാമ്പയിൻ പ്രഖ്യാപിച്ച് ജിന്നും സിഗറും പറഞ്ഞ് KNM-നെ തെറ്റിദ്ധരിപ്പിച്ചപ്പോൾ പ്രസംഗത്തിലൂടെ തന്നെ മറുപടി കൊടുക്കാൻ നമ്മൾ തീരുമാനിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഞാനും മറ്റു നമ്മുടെ പ്രഭാഷകന്മാരും പ്രസംഗരംഗത്തേക്ക് ഇറങ്ങുകയും ചെയ്തു. നിങ്ങൾക്കറിയാം, കടവത്തൂരിൽ നടന്ന 7 മണിക്കൂർ പ്രസംഗം 2 ദിവസമായി. രണ്ടാമത്തെ ദിവസം അനസ് മൗലവി വരേണ്ടതായിരുന്നു. അദ്ദേഹത്തിന്റെ സ്വഭാവം പലപ്പോഴും അങ്ങനെയാണ്, ഏറ്റാ ചിലപ്പോഴൊന്നും വരൂല. അങ്ങനെ രണ്ടാമതും ഞാൻ പ്രസംഗിക്കേണ്ടി വന്നു. അങ്ങനെ 7 മണിക്കൂർ CD ഇറങ്ങി. ആ CD എത്രയോ ആളുകൾ കണ്ടതാണ്. നാട്ടിലും വിദേശത്തും ആയിരക്കണക്കിന് കോപ്പികൾ വിതരണം ചെയ്തതാണ്. മടവൂർ വിഭാഗം അതിന് സബുൽ മൂബിക്കാത്ത് എന്ന് പേരിട്ടു. എന്നിട്ട് അരിമദനിയെ കൊണ്ട് അതിന് മറുപടി ഇറക്കിച്ചു. പക്ഷെ അവര് പ്രസംഗിച്ചു വന്നപ്പോ അവരതും 7 CD ആയി. അപ്പൊ പിന്നെ എന്ത് ചെയ്തു? നമ്മളെ സബുൽ മൂബിക്കാത്ത് ആയിപ്പോയല്ലോ എന്ന് പറഞ്ഞിട്ട് ഓരോന്നും കുറേശ്ശെ കട്ട് ചെയ്തിട്ട് 8 ആക്കി. ആ 8 CD ഇറങ്ങി. എന്നിട്ട് മുജാഹിദ് പ്രവർത്തകർക്ക് വല്ല മാറ്റം ഉണ്ടായോ? ഇന്നിപ്പോ ഈ KKP അബ്ദുള്ള എന്ന് പറയുന്ന ചാരൻ കഴിഞ്ഞ ആഴ്ച മടവൂർ വിഭാഗത്തിന്റെ മീറ്റിംഗിൽ പ്രസംഗിച്ചു. AP വിഭാഗത്തിന്റെ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ഉണ്ടായിരുന്ന ആളാണെന്നൊക്കെ പരസ്യപ്പെടുത്തിയിട്ടാണ് കണ്ണൂരിൽ പ്രസംഗിച്ചത്. ആ പ്രസംഗിച്ച ആള് അയാൾ ചെയ്തത് എന്താ? മടവൂർ വിഭാഗം പുറത്തിറക്കിയ കട്ടുമുറിച്ച ക്ലിപ്പുകളുള്ള ഒരു CD അത് ആളുകൾക്കിടയിൽ KNM-ന്റെ ചാനലിലൂടെ പ്രചരിപ്പിക്കാൻ തുടങ്ങി. തളിപ്പറമ്പിൽ പ്രചരിപ്പിച്ചു, മണ്ഡലം കമ്മിറ്റി എത്തി, ജില്ലയിലെത്തി, അങ്ങനെ സംസ്ഥാനത്തുടനീളം പ്രചരിപ്പിക്കാൻ തുടങ്ങി. വാസ്തവത്തിൽ അതിലുള്ളത് കടവത്തൂർ പ്രസംഗത്തിൽ നിന്നുമാണ്. അതിൽ വേറെ ഒരുപാട് ക്ലിപ്പുകൾ എടുത്തിട്ടുള്ളത്. കടവത്തൂർ പ്രസംഗം എല്ലാവരും കേട്ടതാണ്. നാട്ടിലും വിദേശത്തും ഏറെ വിതരണം ചെയ്യപ്പെട്ടതാണ്. ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, അത് ഇറങ്ങിയ ഉടനെ ഹുസൈൻ സലഫി ഷാർജയിൽ അത് കിട്ടിയപ്പോൾ അദ്ദേഹം അത് ആദ്യം കണ്ടിട്ട് ഷാർജ ഇസ്രായേൽ സെന്ററിന്റെ മീറ്റിംഗ് വിളിച്ചു, എക്സിക്യൂട്ടീവ്. എന്നിട്ട് എല്ലാവർക്കും ഓരോ കോപ്പി കൊടുത്തപ്പോൾ അടുത്ത ആഴ്ച വരുമ്പോഴേക്ക് എല്ലാവരും ഇത് കേട്ടു വരണം. അങ്ങനെ വിഷയം പഠിക്കാൻ വേണ്ടി പ്രവർത്തകർ ഉപയോഗിച്ച CD ആണിത്. ആദ്യത്തെ വെള്ളിയാഴ്ച തന്നെ ഷാർജയിൽ 140 സെറ്റാണ് ഇത് ചെലവായത്. ബുറൈദയിലും അതുപോലെ തന്നെ ദമ്മാമിലും റിയാദിലും ഒക്കെ ആയിരക്കണക്കിന് കോപ്പികൾ നമ്മൾ വിതരണം ചെയ്ത്, കുവൈത്തിലും മറ്റുമൊക്കെ. അതിൽ നിന്നാണ് ഇപ്പൊ 10-15 ക്ലിപ്പ് എടുത്തിട്ട് പുതിയ CD ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞു വരുന്നത്, മുജാഹിദ് പ്രസ്ഥാനം ഒന്നിച്ചെതിർത്ത വിഷയം, ആ വിഷയത്തിൽ തന്നെ മടവൂരികൾ ഉയർത്തിവിട്ട ആശയക്കുഴപ്പങ്ങൾ വീണ്ടും CD ആക്കി നമുക്കിടയിൽ തന്നെ പ്രചരിപ്പിച്ച് അത് നമ്മുടെ ആളുകൾ വിശ്വസിച്ച്, അങ്ങനെയാണ് വാസ്തവത്തിൽ ഇപ്പോൾ ഈ പ്രതിസന്ധി വീണ്ടും ഉണ്ടായിട്ടുള്ളത്. ആ കട്ടുമുറിച്ച ക്ലിപ്പുകളുടെ CD-കൾ കണ്ട് നമ്മുടെ പണ്ഡിതന്മാർ പറ്റും തെറ്റിദ്ധരിച്ചു. അതിന്റെ അപ്പുറവും ഇപ്പുറവും കാണാനോ നിജസ്ഥിതി അന്വേഷിക്കാനോ തയ്യാറായില്ല. നിങ്ങൾ നോക്കൂ, ജിന്നും സിഗറും മടവൂരികൾ ദുഷ്പ്രചരണവും എന്ന ഈ പുസ്തകത്തിൽ മനുഷ്യന്റെ ശരീരത്തിൽ ശൈത്താൻ കൂടുമെന്നും ശൈത്താൻ ബാധ മൂലം പ്ലേഗ് അവസ്ഥാനം പോലെ രോഗമുണ്ടാകുമെന്നും KNM-കാർ പ്രചരിപ്പിക്കുന്നു. ശംസുദ്ദീൻ ഫാറൂഖി പാലക്കോടിന്റെ ആരോപണമാണ്. അതിന് ഞാൻ മറുപടി കൊടുത്തു. ശബാബിൽ നിന്ന് തന്നെ ഉദ്ധരണി കൊടുത്തു. CM മൗലവി 2001 ഡിസംബർ 14 എഴുതിയ ശബാബിലുള്ളത് മനുഷ്യനെ എല്ലാ ഭാഗത്തും കാണുകയും അതുപോലെ അവരിൽ പ്രവേശിച്ച് അവന്റെ ചിന്തയെയും മനസ്സിനെയും സ്വാധീനിച്ചും കബളിപ്പിച്ചും തെറ്റായ വിശ്വാസം ജനിപ്പിക്കുകയും ചെയ്ത കൂട്ടുകാരനെയാണ് മേൽവചനങ്ങൾ അനാവരണം ചെയ്യുന്നത്. CM മൗലവി എഴുതുക, വിഭ്രാന്തി, ഉന്മാദം, ഭയം, വ്യാധികൾ തുടങ്ങി നിരവധി ഭവിഷ്യത്തുകൾ പിശാച് ഉണ്ടാക്കി തീർക്കുമെന്നും അതിൽ നിന്നുള്ള പൂർണ്ണമോചനം അള്ളാഹുവിൽ പൂർണ്ണ സമർപ്പണവും വിശ്വാസവുമാണെന്നും ഇസ്ലാം പഠിപ്പിക്കുന്നു. അപ്പൊ ജിന്ന് മനുഷ്യത്തിൽ പ്രവേശിക്കും. വിഭ്രാന്തി പറഞ്ഞ പിരാന്ത്, ഉന്മാദം എന്ന മാനസിക രോഗം, ഭയം, മറ്റ് രോഗങ്ങളൊക്കെ ജിന്ന് ശരീരത്തിൽ പ്രവേശിച്ചാൽ ഉണ്ടാകുമെന്ന് CM മൗലവി എഴുതാണ്. അത് പുസ്തകമാക്കി അന്ധവിശ്വാസങ്ങളുടെ ലോകം എന്ന പേരിൽ യുവത ഇന്നും പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ശൈത്താൻ ശരീരത്തിൽ പ്രവേശിച്ചാൽ എന്താ ഉണ്ടാവുക? അതും ആ ലേഖനത്തിൽ പറയുന്നു. തനിക്ക് വശമില്ലാത്ത ഭാഷകൾ സംസാരിക്കുക, ഭൂതകാല കാര്യങ്ങൾ പറയുക, പ്രത്യേക ചേഷ്ടകൾ കാണിക്കുക, രൗദ്രമായി പെരുമാറുക എന്ന് തുടങ്ങി പല അത്ഭുത പ്രതിഭാസങ്ങളും ഈ കരീൻ മൂലം ഉണ്ടാകാം. അപ്പൊ ശൈത്താൻ ശരീരത്തിൽ പ്രവേശിച്ചാല് പല ഭാഷയും സംസാരിക്കും. കാരണം കേറിയ ശൈത്താൻ തമിഴനാണെങ്കിൽ തമിഴ് സംസാരിക്കും, അവന് ഉറുദുക്കാരനാണെങ്കിൽ ഉറുദു സംസാരിക്കും, ഒരു അറബി വാചകരത്തിൽ അറബി സംസാരിക്കും. ഇതൊക്കെ CM മൗലവി എഴുതി കഴിഞ്ഞ കാലത്ത്, വല്യപ്പാന്റെ കാലത്ത്, വല്യമാന്റെ കാലത്തുള്ളതൊക്കെ ഇങ്ങനെ പറയും. പ്രത്യേക ചേഷ്ടകൾ കാണിക്കും, രൗദ്രമായി പെരുമാറും, 10 ആള് പിടിച്ചാലും നിൽക്കൂല ചിലപ്പോ. ഇതൊക്കെ CM മൗലവി. ഞാൻ ചോദിച്ചു, മടവൂർ സുഹൃത്തുക്കളെ, നിങ്ങൾ ഇത് വായിച്ചിട്ടില്ലേ? നിങ്ങൾ എന്തിനാണ് KNM-ന് ഇതിൽ തുരുപ്പ് ചീട്ടായി ഇതൊക്കെ ഉപയോഗിക്കുന്നത്? ഇത് ദീനിന്റെ വിഷയമല്ലേ, നിങ്ങൾക്ക് പഠിച്ചുകൂടെ എന്ന് ചോദിച്ചുകൊണ്ട് പുസ്തകമിറക്കി. അതുപോലെ തന്നെ സുഹൃത്തുക്കളെ, റസൂലുള്ളാഹിക്ക് സിഹിർ ബാധിച്ചതിനെ സംബന്ധിച്ച് അത് ഹദീസിന്റെ എതിരാണെന്ന് പറഞ്ഞപ്പോ ശബാബ് 2004 മെയ് 28
അതിൽ ഹദീസ് കൊടുക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരിൽ ഒരു കപടൻ മാരണം ചെയ്തതിനാൽ തിരുമേനിക്ക് യാഥാർത്ഥ്യവിരുദ്ധമായ ചില തോന്നലുകളുണ്ടായെന്ന് സഹീഹ് ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഹദീസ് നമ്പർ കൊടുത്തിട്ട് അദ്ദേഹത്തിന് വേദന അനുഭവപ്പെട്ടു എന്നും ആ റിപ്പോർട്ടിൽ സൂചനയുണ്ട്. 2005 ജനുവരിയിൽ വീണ്ടും എഴുതി ശബാബിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വിശ്വസ്തരായ റിപ്പോർട്ടർമാരുടെ പരമ്പരയിലൂടെ ഉദ്ധരിക്കപ്പെട്ട ഹദീസിൽ തെറ്റു സംഭവിക്കാൻ വളരെ വിദൂരമായ സാധ്യത മാത്രമേ ഉള്ളൂ. സിഹിർ സംബന്ധിച്ച ഹദീസിന്റെ നിവേദക പരമ്പരയിൽ ആക്ഷേപിക്കപ്പെട്ട വ്യക്തികൾ ആരെങ്കിലും ഉള്ളതായി ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടില്ല. അപ്പൊ ആ ഹദീസ് സഹീഹാണ്. അത് ബുദ്ധിക്കെതിരോ പ്രമാണത്തിനെതിരോ ഖുർആനിനെതിരോ അല്ല. നിങ്ങൾ എന്ത് ജഹന്നമിനെ എതിർക്കാൻ വേണ്ടി ഇതൊരു തുരുപ്പ് ചീട്ടാക്കണമെന്ന് ചോദിച്ചു. അങ്ങനെ സുഹൃത്തുക്കളെ, ചൂടുവെള്ളം ഒഴിക്കുന്നിടത്ത് ജിന്നുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും വലിച്ചിടുമ്പോൾ ജിന്നിന്റെ ദേഹത്ത് കൊള്ളും എന്നിങ്ങനെയുള്ള ആരോപണങ്ങൾക്കൊക്കെയും മറുപടി പറഞ്ഞ പുസ്തകമാണിത്. ഇന്ന് നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും. സാൽവേഷൻ കഴിഞ്ഞ് തിരിച്ചു പോകുന്ന മുജാഹിദ് പ്രവർത്തകർ ഇത് കൊണ്ടുപോയിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. ഇങ്ങനെ ലേഖനങ്ങളിലൂടെയും ലഘുലേഖകളിലൂടെയും പ്രസംഗത്തിലൂടെയും മുജാഹിദ് പ്രവർത്തകർക്കിടയിൽ ഉണ്ടായ ഈ വിഷയത്തിൽ ആശയക്കുഴപ്പം തീർക്കാൻ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ ശ്രമിച്ചിരളിയ പ്രവർത്തകനാണ് ഞാൻ. അതെല്ലാവർക്കും അറിയാം. അല്ലാതെ ആളുകൾക്കിടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല എന്നത് ഈ സംബന്ധമായി നിഷ്പക്ഷമായി വിലയിരുത്തുന്ന ഏതൊരു സാധാരണക്കാരനും ബോധ്യപ്പെടുന്ന ഒരു വിഷയമാണ്. എന്നാൽ സുഹൃത്തുക്കളെ, മടവൂർ വിഭാഗം നമുക്കതിൽ ഉന്നയിച്ച അതേ ആരോപണങ്ങൾ ഇപ്പോൾ വിചിന്തനത്തിൽ അച്ചടിച്ചു വരികയാണ്. അന്ധവിശ്വാസങ്ങൾ തിരിച്ചു കൊണ്ടുവരാൻ അനുവദിക്കില്ല TP. വാസ്തവത്തിൽ ഇത് ആരുടെ വാക്കാ? ഇത് വേണ്ടോ? ഇത് വിചിന്തനം ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 28 ഇറങ്ങിയതാ. അന്ധവിശ്വാസങ്ങൾ തിരിച്ചു കൊണ്ടുവരാൻ മുജാഹിദ് കേരളം അനുവദിക്കില്ല TP. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ശക്തമായ പ്രബോധന പ്രവർത്തനങ്ങളുടെ ഫലമായി കേരളീയ മുസ്ലിം സമൂഹം നിഷ്കാസിതമായിക്കൊണ്ടിരിക്കുന്ന അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ജിന്നിന്റെയും പിശാചിന്റെയും ലേബലിൽ സമൂഹത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ദുഷ്ടശക്തികളുടെ ശ്രമം മുജാഹിദ് കേരളം പൊറുപ്പിക്കുകയില്ലെന്ന് KNM പ്രസിഡന്റ് പ്രസ്താവിച്ചു. ഇതന്നല്ലേ 2002 മുതൽക്ക് മടവൂർ വിഭാഗം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെന്താ വ്യത്യാസം? ഏതാണ് അന്ധവിശ്വാസം? TP ഇവിടെ ഒന്ന് പറയട്ടെ, കടവത്തൂരിൽ വന്നിട്ട്. ഏതാണ് മുജാഹിദ് കേരളത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമ്മൾ ശ്രമിച്ച അന്ധവിശ്വാസം? ഖുർആനിന്റെയും സുന്നത്തിന്റെയും പിൻബലമുള്ള യാതൊരു വിശ്വാസവും അന്ധവിശ്വാസമാവുകയില്ലെന്നാണ് ഇത്രകാലം മടവൂരികൾക്ക് നാം മറുപടി കൊടുത്തത്. ഇപ്പൊ നമ്മൾ ആളുകൾ തന്നെ പറയുന്നു അന്ധവിശ്വാസം തിരിച്ചു കൊണ്ടുവരുന്നു. അപ്പൊ സുഹൃത്തുക്കളെ, ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഇല്ലാത്ത ആരോപണങ്ങൾ പറഞ്ഞ് മുജാഹിദ് പ്രസ്ഥാനത്തിൽ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞ ഇലക്ഷനോടനുബന്ധിച്ച് കണ്ടുപിടിച്ചിട്ടുള്ള ഒരു കുപ്രചരണമാണിത്. 2011 വരെയും ഇങ്ങനെ പ്രശ്നമില്ല. നമ്മളെല്ലാവരും ഒരുമിച്ച് എതിർക്കുകയായിരുന്നു. ഇലക്ഷൻ പ്രഖ്യാപിച്ചു, ഗോദയിൽ ഇറങ്ങാൻ തീരുമാനിച്ചപ്പോൾ അബ്ദുറഹ്മാൻ സലഫി കണ്ടെത്തിയ വിഷയമാണ് മുജാഹിദുകളെ ചേരി തിരിച്ച് KNMന്റെ അധികാരം പിടിക്കാൻ ജിന്നും ശൈത്താനും ഉപയോഗിക്കാമെന്ന്. അങ്ങനെ മടവൂരികൾ പണ്ട് പറഞ്ഞതെന്തോ അതൊക്കെ ഇവരും പറയാൻ തുടങ്ങി. നിങ്ങൾ നോക്കൂ, 5/6/2011 ചേർന്നൊരു ഗ്രൂപ്പ് മീറ്റിംഗ് കാസർഗോഡും പയ്യന്നൂരുമുള്ള ചില സംഘടനാ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള മീറ്റിംഗ് ആണെന്നാ പിന്നീട് പറഞ്ഞത്. എന്തിനാണ് സുഹൃത്തുക്കളെ അത് കൂടിയത്? ഈ ചിത്രതയ്ക്ക് വളം വെച്ചത് ആ ഗ്രൂപ്പ് മീറ്റിംഗ് ആയിരുന്നു. അതിൽ കണ്ണൂർ ജില്ലയിൽ നിന്ന് ആളുണ്ട്, വയനാട്ടിൽ നിന്ന് ആളുണ്ട്, മലപ്പുറം ഈസ്റ്റിന്നും വെസ്റ്റിന്നും ആളുണ്ട്, എറണാകുളത്ത് നൂർഷയുണ്ട്, അബ്ദുറഹ്മാൻ സലഫിയുണ്ട്, കോഴിക്കോട്ട് നിന്ന് കാദറാജിയുണ്ട്, ഇവിടുന്ന് KKP എത്തുന്നുണ്ട്, കാസർഗോട്ട് നിന്ന് ഹാരിസ് ഉണ്ട്, അബ്ദുൾ റസാഖ് ബാക്കവിയുണ്ട്, KV അബ്ദുൽ ലത്തീഫ് മൗലവിയുണ്ട്. എന്തായിരുന്നു അവിടെ ചർച്ച? മുജാഹിദ് പ്രസ്ഥാനത്തെ പുതിയ ഒരു സ്ഥിതിയെ കൊണ്ടുപോകണം. ആ ചർച്ചയുടെ ഫലമായിട്ടാണ് തെരഞ്ഞെടുപ്പിൽ ഈ കരഞ്ഞ കളികളൊക്കെ യഥാർത്ഥത്തിൽ നടന്നത്. ഇത് ഞാൻ പറയല്ല സുഹൃത്തുക്കളെ, AP-യും TP-യും കഴിഞ്ഞാൽ നമ്മുടെ പ്രസ്ഥാനത്തിൽ മുതിർന്ന ആളുകൾപ്പെട്ട ഒരാളാണ് കരിവള്ളി മുഹമ്മദ് മൗലവി. ഈ ഗ്രൂപ്പ് മീറ്റിംഗിനെ കുറിച്ച് അദ്ദേഹം പരാതി കൊടുത്തിട്ടുണ്ട്. മലപ്പുറം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി പരാതി കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇതുവരെയും ഒരു അന്വേഷണം നടത്തിയിട്ടില്ല. ആ ഗ്രൂപ്പ് മീറ്റിംഗ് ആണ് യഥാർത്ഥത്തിൽ നമ്മുടെ സംഘടനയിലെ ഇന്നത്തെ മുഴുവൻ പ്രതിസന്ധിക്കും കാരണം. കരിവള്ളി കത്തുകൊടുത്തോണ്ട് എന്തുണ്ടായി? മഞ്ചേരിയിൽ നടക്കുന്ന KJU ആദർശ വിശദീകരണത്തിൽ ആ ഗ്രൂപ്പ് മീറ്റിംഗിൽ പങ്കെടുത്ത ഒരാളും പ്രസംഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. KNM അത് ഉൾക്കൊണ്ടു. ആരെയും ആ മൂവർ സംഘത്തെപ്പെട്ടവരെ അങ്ങോട്ട് അയച്ചില്ല. പക്ഷേ കരിവള്ളിക്ക് കിട്ടിയത് എന്താണെന്നറിയോ? അടുത്ത KNM എക്സിക്യൂട്ടീവ് അയാൾ പുറത്ത്. മലപ്പുറം ഈസ്റ്റ് ജില്ലയിലെ വളരെ ജൂനിയറായ MT അബ്ദുൽ സമദ് എക്സിക്യൂട്ടീവിൽ വന്നു. ഏതാണ്ട് 40 വയസ്സ് തികയുന്ന ആളാണ് സുൽഫീഖർ അലി, അദ്ദേഹം കൂടി എക്സിക്യൂട്ടീവിൽ വന്നു. കരിവള്ളി പുറത്ത്. കണ്ടോ? ഈ രൂപത്തിലാണ് സുഹൃത്തുക്കളെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നൽകിയത്. കാരണം ഡോക്ടർ സുൽഫിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഒരു ഓശാരമായിട്ട് കിട്ടിയതാ. കാരണം ഇക്കുറി പുതിയ വിജ്ഞാപനത്തിൽ ഉണ്ടായിരുന്നു, തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിൽ 40 വയസ്സിൽ താഴെയുള്ള ആരും KNMന്റെ യൂണിറ്റ് എക്സിക്യൂട്ടീവിൽ പോലും വരാൻ പാടില്ല.
ചില സ്ഥലത്തൊക്കെ അത് കർശനമായി നടപ്പിലാക്കി. ISM കുട്ടികൾക്ക് മാറിയിരിക്കും, 40 ദിവസങ്ങൾക്ക് മാറിയിരിക്കും എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് നടത്തിയത്. എന്നിട്ട് പ്രവർത്തകർ കോടതിയിൽ പോയി ചോദ്യം ചെയ്തു, ഇത് ഭരണഘടനയ്ക്കെതിരാണല്ലോ. അപ്പൊ നമ്മുടെ പ്രൊഫസർ അബ്ദു എന്ന ആള് KNMന്റെ അന്നത്തെ ഈ ഇലക്ഷൻ കമ്മീഷന് കൊടുത്ത മറുപടി എന്താ അറിയോ? യുവാക്കൾ കൂടുതൽ സംഘടനയിൽ കയറിപ്പറ്റി തീവ്രവാദ ലോബി സംഘടന പിടിച്ചടക്കുന്നു പേടിച്ചിട്ടാണ്. നഊദുബില്ലാഹ്. ISMനെ പറ്റി പറയുന്നത് കഴിഞ്ഞ 10 വർഷമായി തീവ്രവാദത്തിനും ഭീകരവാദത്തിനുമെതിരിൽ ശക്തമായി പോരാടുന്ന നമ്മുടെ യുവജന പ്രസ്ഥാനത്തെ കുറിച്ച് പ്രൊഫസർ അബ്ദു എന്ന KNMന്റെ ഇലക്ഷൻ കമ്മീഷൻ എഴുതി കൊടുത്തതൊക്കെ കോടതിയിലെ സത്യവാങ്മൂലം. 7 or 8 കേസുകൾ ഇന്ന് നിലനിൽക്കുക. KNMന്റെ കഴിഞ്ഞ ഇലക്ഷനെ സംബന്ധിച്ച് എത്ര കേസുകൾ സുഹൃത്തുക്കളെ വന്നിട്ടുണ്ട്, അതൊക്കെ ഇൻഷാ അല്ലാഹ് ഞാൻ പറയാനുണ്ട്. അതിനു മുമ്പ് ഇവിടെ നടന്ന ഈ 23 നടപടിക്രമത്തെ കുറിച്ച് പറഞ്ഞല്ലോ, അത് യഥാർത്ഥത്തിൽ എന്താ? ആ 23 നടപടിക്രമം എന്ന് പറയുന്നത് തട്ടിപ്പാണ് സുഹൃത്തുക്കളെ. ഒന്നാമത്തത് എന്താ? എന്നോടും അതുപോലെ മറ്റു പ്രവർത്തകരോടും ഇത് സംസാരിക്കരുതെന്ന് പറഞ്ഞു. ഞാൻ സംസാരിച്ചിട്ടില്ലല്ലോ, പിന്നെ ഇത് കുറ്റമായി എഴുതണോ? സംസാരിക്കരുതെന്ന് പറഞ്ഞ കാലയളവിൽ സംസാരിച്ചിട്ടില്ല. പിന്നെ നമ്മൾ എല്ലാവരും കൂടി സംസാരിക്കാൻ തീരുമാനിച്ചപ്പോഴാണ് സംസാരിച്ചത്. പിന്നെ ജാമിയ സലഫിയയിൽ വിളിച്ച് ഉപദേശം നൽകി. എന്നെ മാത്രാണോ? എല്ലാവരും ഉപദേശിച്ചു. ആ ഉപദേശം ഞാനും കേട്ടു. എതിരാളികൾ ആശയക്കുഴപ്പം ഉണ്ടാക്കിയെടുത്ത് മറുപടി കൊടുക്കാനല്ലാതെ ഈ വിഷയം സംസാരിച്ചിട്ടേ ഇല്ല. പിന്നെ KNM, ISM, MSM നേതാക്കളെ മുമ്പിൽ വെച്ച് ശാസന നടത്തി അത് വിചിന്തനത്തിൽ കൊടുത്തു. എന്തിനാ ശാസിച്ചത് ഇന്നും അറിഞ്ഞുകൂടാ. നിങ്ങളെ ശാസിക്കുകയാണ് എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് സംസാരിക്കാൻ അവസരം തന്നില്ല. എന്തിനാണ് ശാസിക്കുന്നത് എന്ന് ബോധ്യപ്പെടുത്തിയില്ല. പിറ്റേന്ന് വിചിന്തനത്തിൽ വന്നു, എന്ത്? ഇതാ ഈ വിഷയം സംസാരിച്ച ആളുകളെ വിളിച്ചു വരുത്തി ശാസിക്കുകയും ഇനി മേലിൽ ആവർത്തിക്കലെന്ന് ഉറപ്പുവാങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഉറപ്പുവാങ്ങണമെങ്കിൽ ഞങ്ങൾക്ക് സംസാരിക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടാകണ്ടേ? ഇതെല്ലാം ചില തട്ടിപ്പുകളായിരുന്നു സുഹൃത്തുക്കളെ. പിന്നെ 2007 ഏപ്രിൽ മാസത്തിൽ അബ്ദുൽ ജബ്ബാർ മൗലവി ഇസ്ലാഹിൽ ലേഖനം എഴുതി. അത് എന്റെ കുറ്റപത്രത്തിൽ ഒരു നമ്പർ അതാ. അതിന് ഞാൻ എന്താ ഉത്തരവാദി? ഞാൻ എഴുതിച്ചതാണോ? ഇസ്ലാഹി എന്റേതാണോ? ഞാൻ മാനേജറല്ല, അസിസ്റ്റന്റ് മാനേജറല്ല, എഡിറ്ററല്ല, സബ് എഡിറ്ററല്ല, ഒരു മെമ്പർ മാത്ര. ഞാൻ അറിയുന്നില്ല. അദ്ദേഹം എഴുതി വിവാദമായിട്ടാണ് ഞാൻ ആ ലേഖനം വായിച്ചത് തന്നെ. അതും എന്റെ പേരിൽ കുറ്റം. പിന്നെ വേറൊന്നെന്താണെന്നറിയോ? ഇദ്ദേഹത്തിന്റെ ലേഖനം തിരുത്താൻ വേണ്ടി അബ്ദുറഹ്മാൻ സലഫിയും ഹുസൈൻ സലഫിയും മറ്റുമൊക്കെ ആവശ്യപ്പെട്ടു. അതെന്തിനാ? എന്റെ കുറ്റ? അവരാവശ്യപ്പെട്ടത് എന്റെ കുറ്റപത്രത്തിലൊരു നമ്പറായി കൊടുത്തിരിക്കുക. പിന്നെ അവര് എഴുതി കൊടുത്ത കുറിപ്പ് പ്രസിദ്ധീകരിക്കാതെ നീട്ടിക്കൊണ്ടുപോയി. അത് എന്റെ കുറ്റ? ഞാൻ നീട്ടാൻ പറഞ്ഞതാ? ഡിസംബറിൽ കിട്ടി, ജനുവരി കൊടുത്തു. അപ്പൊ ഇതൊക്കെ ഇല്ലാത്ത കുറ്റങ്ങൾ ഏകപക്ഷീയമായി എഴുതി ചേർത്തിരിക്കുകയാണ്. പിന്നെ ഇസ്ലാഹി ലേഖനം എതിരാളികൾ വിഷയമാക്കിയപ്പോ 2010 കരുവമ്പൊയിൽ ഒരു ലേഖനം വിചിന്തനത്തിൽ എഴുതി. അതാണ് ഒരു നമ്പർ. അതെന്റെ കുറ്റ? നോക്കണങ്ങള്. ജബ്ബാർ മൗലവി എഴുതിയത് ഒരു കുറ്റം, കരുവമ്പൊയിൽ ലേഖനം ഇതൊന്നും എന്റെ കുറ്റമല്ല. അപ്പൊ ഈ വിഷയത്തിൽ KNM എടുത്തിട്ടുള്ള നടപടികൾ ഇങ്ങനെ പറയാണ്. അത് എന്റെ പേരിൽ കുറ്റപത്രമായിട്ട് കൊണ്ടുവരിക. ഞാൻ 3 പ്രാവശ്യം വരെ മുമ്പ് പോയപ്പോ ഈ കുറ്റപത്രം ഇങ്ങനെ വായിച്ചു കേൾപ്പിച്ചോ? നാടൻ കോടതിയിലാണെങ്കിലും ഉണ്ടാകും കുറ്റപത്രം വായിച്ചു കേൾപ്പിച്ച് പ്രതിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കൽ. അതുപോലും ഉണ്ടായില്ല. കുറ്റപത്രം ഇതുവരെ എനിക്ക് തന്നിട്ടില്ല. നോട്ടീസായി ഇതിലൊക്കെ ഇറങ്ങിയിരുന്നത്. ഇത് സാമാന്യ നീതിയാണോ? ഞാൻ ചെയ്യാത്ത കുറ്റങ്ങൾ എന്റെ പേരിൽ ആക്ഷേപിച്ചിരിക്കുക. പിന്നെ ഒരു പ്രബന്ധം വരക്കാൻ തീരുമാനിച്ചു. അത് എന്റെ കുറ്റ? നോക്കണങ്ങള്. ആ പ്രബന്ധം ചില ആളുകളുടെ താല്പര്യക്കുറവ് പോലെ നീണ്ടുപോയി. അപ്പോൾ അമാനി മൗലവിയുടെ ബുക്ക് ഇറക്കാൻ തീരുമാനിച്ചു. അതാണ് ഒരു നമ്പർ, 23-1. അതെന്റെ കുറ്റ? പിന്നെ KJU പ്രബന്ധം ക്ഷണിക്കുകയും ജൂറി പരിശോധിച്ച് സർക്കുലർ ഇറക്കുകയും ചെയ്തു. അതിന്റെ കുറ്റ? നോക്കണം. 23 അറിയില്ലേ? ആ 23 ഓരോന്നായി പറയണത്. നിങ്ങൾക്കറിയോ കഴിഞ്ഞ KNM തെരഞ്ഞെടുപ്പിൽ നടന്ന കളികൾ ഈ എരഞ്ഞിങ്കയിൽ വരെ നടന്നില്ലേ? സജീവരായ പല പ്രവർത്തകരൊന്നും സംഘടന തന്നെ വിട്ടുപോയി. ജില്ലാ കൗൺസിലിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഒരാളെ സമ്മർദ്ദം ഉപയോഗിച്ച് മാറ്റി. 100ഓളം അംഗങ്ങളുള്ള ഇവിടുന്ന് ഇപ്പോൾ ഒരു ജില്ലാ കൗൺസിലുള്ളൂ. 2 ആളുണ്ടായിരുന്നു, ഒരാൾ ഒഴിവാക്കി. മണ്ഡലത്തിൽ ഒരാൾ അധികമാണ്. ഇവിടെ ഉതുക്കുമ്പല് 40 ആൾ തേച്ചില്ല, അവിടുന്ന് 2 കൗൺസിലർമാരാ. ഇവിടെ 100-ലധികം ഒരാൾ ഒഴിവാക്കി. എന്താ? അതൊക്കെ ചില ആളുകൾ ഒഴിവാക്കണം എന്നുള്ള സമ്മർദ്ദ. അവിടുന്ന് ഒഴിവാക്കിയ പോരെ? അങ്ങനെ എന്തെല്ലാം നടന്നു. തെരഞ്ഞെടുപ്പിന്റെ അന്ന് കടവത്തൂർ, പാനൂർ ഭാഗത്തുള്ള കൗൺസിലർമാരെ കൂട്ടി ഒരു ഹോട്ടലിൽ പോയി. കർണാടകത്തിലുണ്ടല്ലോ, തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പായിട്ട് MLA-മാരൊക്കെ പാടെ കൂട്ടിയിട്ട് വിശ്വാസ വോട്ടെടുപ്പിന് ഒരു ഹോട്ടലിൽ കൊണ്ടുപോയി താമസിപ്പിച്ച് എന്നിട്ട് അവിടെ ആ രീതിയിൽ കൊണ്ടുപോയിട്ട് കോഴി ബിരിയാണി വാങ്ങിക്കൊടുത്ത് അവിടെ പോയിട്ട് നമ്മളെ നാട്ടിലൊരു ചെറുപ്പക്കാരൻ പോയി ക്ലാസ് എടുത്തു. ആളെ പേരൊന്നും ഞാൻ പറയുന്നില്ല. പ്രധാനപ്പെട്ട ഒരു മൗലവിന്റെ മോന. ഗ്രൂപ്പ് മീറ്റിംഗ് നടത്തിയിട്ടാ തെരഞ്ഞെടുപ്പിന് വന്നത്.
കണ്ടോ? ഇവരൊക്കെ ഇതൊക്കെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിലുള്ളതാണോ? തലശ്ശേരിയിലെ തെരഞ്ഞെടുപ്പൊക്കെ നീട്ടിവെച്ചു. എന്നിട്ടോ എന്തിനാ നീട്ടിവെച്ചത്? അവിടെ വ്യാജ മെമ്പർമാരുണ്ട്. എന്നിട്ട് പരിശോധനക്ക് തെളിവെടുപ്പിന് ആള് വരിക. എന്നിട്ട് ആളുകൾ റേഷൻ കാർഡ് ഐഡന്റിറ്റി കാർഡിന്റെ പള്ളിയിൽ ഇങ്ങനെ വന്ന് കുത്തിരിക്കുക. എന്നിട്ട് ഇങ്ങനെ പരിശോധിക്കുക, നിങ്ങൾ യഥാർത്ഥ ഒരൊറ്റ വ്യാജ മെമ്പറെ പോലും കണ്ടെത്താൻ സാധിച്ചില്ല. അപ്പൊ കരുതിക്കൂട്ടി നീട്ടിയൊപ്പിച്ചതാ. അങ്ങനെ അവസാനം പ്രശ്നമായി. എന്തിനാണ് നിങ്ങൾ ഇതൊക്കെ ചെയ്തത്? യൂണിറ്റിലും മേഖലയിലും അവർക്ക് പിടുത്തം കിട്ടിയില്ല. എന്നിട്ട് അബ്ദുറഹ്മാൻ കൊളത്തായി എന്ന് പറയുന്ന അന്നത്തെ ആളോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഈ പ്രശ്നം ഉണ്ടാക്കിയത്? അയാൾ പറഞ്ഞു, സംസ്ഥാന കമ്മീഷണർ എന്നോട് നിർബന്ധിച്ച് എഴുതി വാങ്ങിച്ചതാണ്, ഇവിടെ പ്രശ്നമുണ്ട്. അങ്ങനെ നീട്ടിയൊപ്പിച്ചത്. കണ്ടങ്ങള് ഇതുപോലെയുള്ള നിരവധി തെരഞ്ഞെടുപ്പ് കൃത്രിമങ്ങൾ നടന്നു. എനിക്ക് മെമ്പർഷിപ്പ് നിഷേധിച്ചു KNM. എന്താ കാരണം? ഉള്ളാളിൽ നടന്ന ഹദീസ് സെമിനാറിൽ ഞാൻ പ്രസംഗിച്ചു. കേരളത്തിന് പുറത്തുള്ള ഒരു ഹദീസ് സെമിനാറില്, അത് KNM പരിധിപ്പെട്ട സ്ഥലമല്ല. KNM എന്നോട് പോകരുതെന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ മുമ്പ് അവിടെ ഒരു ഹദീസ് സെമിനാർ നിശ്ചയിച്ചപ്പോ അത് നിർത്തിവെക്കാൻ KNM-മായി കൂടിയാലോചിച്ച് രണ്ടു കൂട്ടം തീരുമാനിച്ചിരുന്നു. ആ തീരുമാനത്തിലടക്കം അബ്ദുൾ റസാഖ് ബാക്കവി അവിടെ പോയിട്ട് ജിന്നും സീറും പറഞ്ഞ് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചു. അപ്പൊ സക്കരിയ സലാഹിക്ക് പറയാനുള്ളത് കേൾക്കണം. അദ്ദേഹത്തെ കുറിച്ച് ഇല്ലാത്ത ആരോപണം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിനും ഇതുപോലെ 56 യൂണിറ്റിലെ ആളുകളെയും വിളിച്ച് വിശദീകരിക്കാൻ സമയം കൊടുക്കണമെന്ന് ആളുകൾ ആവശ്യപ്പെട്ടു. അതിന് അവിടുത്തെ നേതൃത്വം SKSM എന്ന് പറയുന്ന സൗത്ത് കർണാടക സലഫി മൂവ്മെന്റ് തയ്യാറായില്ല. അതുകൊണ്ട് കുട്ടികൾ അവിടെ വിശദീകരണ യോഗം വെച്ചു. തലേന്ന് പോലും പറഞ്ഞു 56 യൂണിറ്റിലെ പ്രസിഡന്റേയും സെക്രട്ടറിയും വിളിച്ചിട്ട് ഒരടച്ചിട്ട ഹാളിൽ സക്കരിയ സലാഹിക്ക് വിശദീകരിക്കാൻ അവസരം കൊടുത്താൽ, അബ്ദുൾ റസാഖ് ബാക്കവി ഉണ്ടാക്കിയ തെറ്റിദ്ധാരണ തിരുത്താൻ അവസരം കൊടുത്താൽ ഞങ്ങൾ ഇത് നിർത്തിവെക്കാം. അതിന് എത്ര പേര് എഴുതി തരണം? എഴുതി കൊടുത്തില്ല. അങ്ങനെയാ ഞാനവിടെ പോകുന്നത്. എന്നോട് പോകരുതെന്ന് KNM പറഞ്ഞിട്ടില്ല, അവിടുത്തെ ആളുകളും പറഞ്ഞിട്ടില്ല. അതെന്റെ പേരിൽ കുറ്റം ചാർത്തിയിട്ട് എനിക്ക് മെമ്പർഷിപ്പ് നിഷേധിച്ചു. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ സുഹൃത്തുക്കളെ ഈ കുറ്റപത്രം എന്ന് പറഞ്ഞ് എഴുതി തയ്യാറാക്കിയതിലുണ്ട്. അത് തട്ടിപ്പാണ്, കൃത്രിമങ്ങളാണ്. ഇല്ലാത്ത കുറ്റങ്ങൾ എന്റെ പേരിൽ അടിച്ചേൽപ്പിച്ച് ഞാൻ ചെയ്യാത്ത കുറ്റങ്ങൾ പറഞ്ഞിട്ട് എന്റെ പേരിൽ ആക്ഷേപണം. മാത്രല്ല 6 കൊല്ലമായി ഞാൻ ശിർക്കിലാണെന്നാ പറയുന്നത്. എന്നാൽ കുറ്റപത്രത്തിൽ 2011 മുതൽക്കാണ് ജിന്നിനോടുള്ള സഹായതട്ടം എന്ന വിഷയം തന്നെ വരുന്നത്. അത് ഇലക്ഷനോടനുബന്ധിച്ചാണ്. അപ്പൊ നുണ പറഞ്ഞാൽ അതിൽ വൈരുദ്ധ്യം വരും, സ്വാഭാവികമാണത്. സുഹൃത്തുക്കളെ, ഇപ്പൊ നടക്കുന്നത് എന്താ? ഞാൻ പറഞ്ഞില്ലേ, എടവണ്ണയിൽ വെച്ചും കടുവള്ളിയിൽ വെച്ചും ഒക്കെ മുഖാമുഖ നാടകങ്ങൾ നടത്തിയത് എന്തിനാ? മുജാഹിദുകളുടെ മേൽ ശിർക്കാരോപണം നടത്താനായിരുന്നു. ഒന്നാമത് ഞാൻ നിങ്ങളെ കാണിക്കുന്ന ക്ലിപ്പ് അതാണ്. അബ്ദുറഹ്മാൻ സലഫി എടവണ്ണയിൽ വെച്ച് നടന്ന മുഖാമുഖത്തിൽ രാത്രി 12:30 പ്രസംഗിക്കുക. ശിർക്കിലേക്ക് പോ, തൗഹീദിലേക്ക് വാ, ഒന്നുകിൽ ശിർക്കിൽ അല്ലെങ്കിൽ തൗഹീദിൽ എന്ന് പറഞ്ഞിട്ട് ശിർക്കാരോപണം നടത്തുകയാണ്. കേട്ടോളൂ. ഇതാവുക, അല്ലെങ്കിൽ ശിർക്ക് സമ്മതിച്ച് ശിർക്കിലേക്ക് പോവുക. ചിലപ്പോ ശിർക്കും, ചിലപ്പോ ശിർക്കല്ലാതെയും, പിന്നെ ശിർക്കും, പിന്നെ ശിർക്കല്ലാതെയും ഉരുണ്ട് വരണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കളി, നിർത്തിക്കളി. ഇത് മുജാഹിദുകൾ തിരിച്ചറിഞ്ഞു. നിങ്ങളും കൂടി ഇതിന്റെ കൂടെ നിന്ന് ഇത് ഉറക്കെ പറയണമെന്ന് വിചാരിച്ചിട്ട് പതുക്കെ നിങ്ങളുടെ കാതിൽ പറഞ്ഞു, സ്വകാര്യ ചർച്ചയിൽ പറഞ്ഞു, തെളിവുകൾ കാണിച്ചു തന്നു, നിങ്ങളെ ബോധ്യപ്പെടുത്തുമ്പോ 3 തവണ ജിന്നിന്റെ കഴിവിൽപ്പെട്ടത് ചോദിക്കുന്നത് ശിർക്കാണ്, തൗഹീദിന് വിരുദ്ധമാണ് എന്ന് സക്കരിയ സലാഹി തന്നെ ഒപ്പുവെച്ച് തന്നിട്ടുണ്ട്. എന്നിട്ട് അവിടുന്ന് പുറത്തിറങ്ങിയിട്ട് ഇത് അനുവദനീയമാണെന്ന് അദ്ദേഹം സമർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ 2 പണിയും കൂടി ഇനി വേണ്ട, രണ്ടാലെന്ന് തീരുമാനിച്ചാൽ മതി. ഒന്നുകിലും തൗഹീദ് സ്വീകരിച്ചും ഈ പ്രസ്ഥാനത്തിന്റെ കൂടെ നിൽക്കുക, അല്ലെങ്കിൽ ശിർക്ക് ബാധിച്ച് ശിർക്കിന്റെ ആളായി മുജാഹിദുകൾക്കെതിരെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി പ്രചാരണ വേലയുമായി നടക്കുക. രണ്ടും കൂടി ഇനി അവ്യക്തതയ്ക്ക് വേണ്ടി സമ്മതിക്കില്ല, അതിനി നടപ്പാവില്ല എന്ന് തീർത്ത് പറയുകയാണ്. തീർത്ത് പറയാൻ പറ്റിയ ആളാണ് മൂപ്പര്. വിചാരിച്ചാൽ പിന്നെ കയറാൻ പറ്റൂല. പച്ച കള്ളാണ് പറഞ്ഞത്. ജിന്നിനോട് അതിന്റെ കഴിവിൽപ്പെട്ടത് ചോദിച്ചാൽ ശിർക്കും ഹറാമുമാണെന്ന് 3 തവണ എഴുതി ഒപ്പിട്ട് തന്നിട്ടുണ്ട്. കളവ്. പിന്നെയോ പുറത്തിറങ്ങിയിട്ട് അത് അനുവദനീയമാണെന്ന് പ്രസംഗിച്ചു. ഒരൊറ്റ തെളിവ് ഇയാൾക്ക് കൊണ്ടുവരാൻ പറ്റുമോ? നീ ബൈക്ക് എവിടെയൊക്കെ വരുമല്ലോ. അപ്പൊ ചോദിക്കണങ്ങള്, എവിടെയാ സക്കരിയ സലാഹി അത് അനുവദനീയാണെന്ന് പ്രസംഗിച്ചത്? ഒരു ക്ലിപ്പ് കാണിക്കാൻ പറ്റുമോ? ഒരു ലേഖനം കാണിക്കാൻ പറ്റുമോ? അപ്പൊ കളവ് പറയാണ്. രാത്രി 12:30, അതും ആഗസ്റ്റ് 22-ന് എന്നെ ഭരണസമിതി പുറത്താക്കിയിട്ട് സംസ്ഥാന കൗൺസിൽ നടന്നിട്ടില്ല.
അതിന്റെ മുമ്പ് ഇയാൾ പറയാണ് അനുവദിക്കൂല, ഇനി നിനക്ക് കേറാൻ പറ്റൂല. ആരാ പറയണത്? സംസ്ഥാന കൗൺസിലിനേക്കാൾ ഇയാൾ തീരുമാനിച്ചു. ഇയാളെ കോക്കസ് തീരുമാനിച്ചാ പിന്നെ തീരുമാനം തന്നെ. അപ്പൊ ഒന്നുകിൽ ശിർക്ക് സമ്മതിച്ച് പുറത്തു പോവുക, അല്ലെങ്കിൽ തൗഹീദ് സംഘടിച്ച് ഇവിടെ നിൽക്കുക. അപ്പൊ 2012 അബ്ദുറഹ്മാൻ സലഫി കൊണ്ടുവന്ന പുതിയ തൗഹീദ് അംഗീകരിക്കാത്തവരൊക്കെ ശിർക്കിലേക്ക് പോയി. എത്ര പണ്ഡിതന്മാർക്ക് കാരെ കിട്ടും? നിങ്ങൾ വിചാരിക്കും ഞാൻ മാത്രമാണ്. എത്ര പ്രസംഗകരുണ്ട്. ഇപ്പൊ എവിടെയെങ്കിലും വല്ല പരിപാടി നടക്കണ്ടോ? ആർക്കും താല്പര്യമില്ല. 38 പണ്ഡിതന്മാർ എഴുതി ഒപ്പിട്ട് കൊടുത്ത ഒരു കടലാസ് KJ ഇറക്കിയ പുസ്തകത്തിൽ തെറ്റുണ്ടെന്ന് പറഞ്ഞിട്ട് 38 പണ്ഡിതന്മാരെ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അവരെ പറ്റി ഇവര് KJ വിശദീകരണത്തിൽ പറഞ്ഞെന്താറിയോ? 38 പോത്തുകൾ. ഇങ്ങനെയുണ്ട് 38 വിഡ്ഢികൾ എന്നാ വേറൊരു യോഗത്ത് പറഞ്ഞത്. ബഹുമാനപ്പെട്ട കേരള ജംഇയ്യത്തുലമാ നിർവാഹക സമിതി, ഫത്വ ബോർഡുകൾ എന്നിവരുടെ മുമ്പാകെ ജംഇയ്യത്തുലമാ മെമ്പർമാരും കേരള നേതൃത്വ മുജാഹിദീൻ പ്രബോധകരുമായ താഴെ പേരെഴുതി ഒപ്പിട്ടവർ സമർപ്പിക്കുന്നത് ആരൊക്കെ? 38 ആള്. 1 അബ്ദുൽ ഹക്ക് സുല്ലമി ആമയൂർ, 2 സുഹൈർ ചുങ്കത്തറ, 3 അബൂബക്കർ സലഫി, 3 ഉമർ മൗലവിയുടെ മകൻ മുബാറക്, 1 അബ്ദുള്ള സുല്ലമി, അബ്ദുൽ ലത്തീഫ് സുല്ലമി മാറഞ്ചേരി, അബ്ദുർ റഊഫ് നദവി, VN അബ്ദുൽ ഹമീദ് സുല്ലമി, ഷമീർ മദീനി, അബ്ദുറഹ്മാൻ അൻസാരി, നബീൽ അണ്ടത്താണി, ബാദുഷ ബാഖവി, ഫദലുൽ ഹക്ക് ഉമരി, അബ്ദുൽ ഖാദിർ കൊണ്ടോട്ടി, ശിഹാബ് എടക്കര, ബഷീർ സൽഫി പൂളപ്പയിൽ, ഷാഫി സലാഹി ചങ്ങലീരി, ഷരീഫ് കരുവാരക്കുണ്ട്, സാജിദ് തിരൂരങ്ങാടി, ഹാരിസ് കായക്കൊടി, നൗഫൽ സലാഹി ഒതായി, അബ്ദുൽ നാസർ മദനി ചാവക്കാട്, ഷമീർ ഫാറൂഖി കുറ്റിപ്പുറം, അഷ്കർ സലഫി തച്ചമ്പാറ, ഷുറൈഹി സലഫി തിരൂരങ്ങാടി, ഷുഐബ് സലാഹി കാരപ്പുറം, സമീൽ അസം സലാഹി, അഷ്കർ സലാഹി ആമയൂര്, മുഹമ്മദ് അലി തച്ചമ്പാറ, യൂസുഫ് സലഫി മണ്ണാർക്കാട്, അബ്ദുല്ലാഹിബിൻ അലവി കുന്നുംപുറം മദീന യൂണിവേഴ്സിറ്റി, ഷാഫി സലാഹി വയനാട് മദീന യൂണിവേഴ്സിറ്റി, അബ്ദുല്ലാ സമീർ സലാഹി മദീന യൂണിവേഴ്സിറ്റി, NV സുഹൈൽ സാലിം മദീന യൂണിവേഴ്സിറ്റി, NV ബിഷിർ സാലിം മദീന യൂണിവേഴ്സിറ്റി, മുനീർ കൂടല്ലൂർ, സഅദ് ബിൻ സലീം, സബാദ് സലഫി വല്ലപ്പുഴ. ഈ 38 അല്ല 200 ആളെ വേണമെങ്കിൽ നിരത്താൻ സാധിക്കും. ഇവരൊക്കെ ഇവരുടെ ഈ പുതിയ ആദർശത്തിനെതിരാ. ഇവരെഴുതി ഒപ്പിട്ട് 38 പോത്തുകൾ 38 വിഡ്ഢികൾ എന്ന് പറയല്ലാതെ അവരൊരു ചർച്ചയ്ക്ക് ഇതുവരെയും വിളിച്ചിട്ടില്ല. ഞാൻ ഇറങ്ങണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ ഇറങ്ങാതിരിക്കണം. ഇറങ്ങിയത് 2 കഷ്ടാവും ഇപ്പോ. അല്ല ഞാൻ മാത്രം പ്രസംഗിക്കാണ്ട് വേറെ ആർക്കും അഭിപ്രായം ഇല്ല. ഞാന് മംഗലാപുരത്ത് പ്രസംഗിച്ചപ്പോ തമിഴ്നാട് ജംഇയ്യത്ത് അഹ്ലെ ഹദീസിന്റെ സംസ്ഥാന സെക്രട്ടറി വന്നിട്ട് അവിടെ പ്രസംഗിച്ചു. സക്കരിയ സലാഹി പറഞ്ഞതാണ് ഈ വിഷയത്തിൽ ശരി. കർണാടക അഹ്ലെ ഹദീസിൽ അഹ്ലെ ഹദീസിന്റെ പ്രധാന പണ്ഡിതൻ അദ്ദേഹം ഒരു മദീനിയാണ്. അദ്ദേഹം അവിടെ വന്നിട്ട് അബ്ദുൽ ഹസീബ് മദനി അദ്ദേഹം പ്രസംഗിച്ചു. അവിടെ സക്കരിയ സലാഹി പറഞ്ഞതാണ് ശരി. 2 സംസ്ഥാനത്തെ ജംഇയ്യത്ത് അഹ്ലെ ഹദീസിന്റെ പണ്ഡിതന്മാര് അവിടെ വന്നിട്ട് സക്കരിയ സലാഹി പ്രഖ്യാപിച്ച എന്തുകൊണ്ടാ? എനിക്കിതിൽ പുതിയൊരു വാദമില്ല. ലോകത്തുടനീളമുള്ള സലഫി പണ്ഡിതന്മാർ പറയുന്നത് എന്തോ അത് മാത്രമേ നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. അത് പറഞ്ഞപ്പോൾ മുജാഹിദ് പ്രസ്ഥാനം നാളിതുവരെ സ്വീകരിച്ചു വന്ന തൗഹീദിന്റെ ആദർശത്തിൽ മാറ്റം വരുത്താൻ പാടില്ല. ഒരു തെരഞ്ഞെടുപ്പ് വരുന്നതിനനുസരിച്ച് ആദർശം മാറ്റുന്നത് ശരിയല്ല എന്ന് ഞാൻ പറഞ്ഞതിന്റെ പേരിൽ ശിർക്കിലേക്ക് പോ, തൗഹീദിലേക്ക് വാ, അല്ലെങ്കിൽ ഇവിടെ നിർത്തൂല എന്ന് ഗുണ്ടായിസം പറയുകയാണ് ഇയാള്. രാത്രി 12:00 ജാമിയയുടെ ക്യാമ്പസിൽ വെച്ചിട്ട്. ജാമിയ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഇവിടുന്ന് റമദാനിലൊക്കെ ആളുകൾ എത്ര പൈസയാണ് കൊടുക്കുന്നത്? വലിയ വലിയ തുക കൊടുക്കും. സകാത്തും സദഖയും ഒക്കെ കൊടുത്ത് നല്ല പ്രബോധകന്മാരെ വാർത്തെടുക്കുന്ന കേന്ദ്രമായി നമ്മളെ മാതൃസ്ഥാപനമായി കാണാൻ ഇന്ന് ജാമിയ ഈ ഗ്രൂപ്പ് കോക്കസിന്റെ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. അവരെ ഗ്രൂപ്പ് പരിപാടികൾ മാത്രമാണ് അവിടെ നടക്കുന്നത്. വേറൊന്നും നടക്കാൻ അനുവദിക്കൂല. ഇനി ആളുകളിന് സദഖ കൊടുക്കോ? ഇനി ആളുകളിന് സകാത്ത് കൊടുക്കോ? പൈസ കൊടുക്കോ? സഹായിക്കോ? അപ്പൊ സുഹൃത്തുക്കളെ, ഈ രീതിയിലുള്ള ഒരു ഗ്രൂപ്പ് കേന്ദ്രമാക്കി പാവനമായ ജാമിയയുടെ ക്യാമ്പസിനെ മാറ്റിയിട്ട് രാത്രി 12:00 ഖുറാഫിയുടെ വയല് മാതിരി നമ്മൾ ഇവിടുന്ന് വൈലക്സിൽ നിന്ന് കേൾക്കുക, ഇയാൾ അവിടെ നിന്ന് ചേറുകയാണ്. എന്തിനാ ഇത്? ആരോടാണ് ഈ വൈരം തീർക്കുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ സുഹൃത്തുക്കളെ. ഇനി നിങ്ങൾ കണ്ടോ, അനീഫ് കായക്കൊടി ഇക്കഴിഞ്ഞ ജൂൺ 28 ഈ പുതിയ തൗഹീദുമായിട്ട് ഖുറാഫികളുമായി വാദപ്രതിവാദത്തിന് പോയി. അങ്ങനെ നബവി ഇമാമ് യാ ഇബാദല്ലാഹ് ഇഹ്ബിസു, അല്ലാഹുവിന്റെ അടിമകളെ എന്റെ മൃഗത്തെ പിടിച്ചു വെക്കണം എന്ന് മൃഗം നഷ്ടപ്പെട്ട ഒരു വിജനമായ സ്ഥലത്ത് വെച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. അതിനെ സംബന്ധിച്ച് ചോദിച്ചു. ഇത്ര കാലം അതിന് ചോദിച്ചാൽ നമ്മൾ മറുപടി പറയലെന്താ? അത് ശിർക്കൻ ചോദ്യമല്ല, നിങ്ങൾക്കതിന് തെളിവില്ല, നമ്മൾ തമ്മിൽ തർക്കമുള്ള ഇസ്തിഗാത്ത് ഇമാം നബവി നടത്തിയിട്ടില്ല എന്നാണ്. എന്നാൽ ഇവരെന്താ? അത് ശിർക്കാണ് എന്ന് പ്രഖ്യാപിച്ചു. നബവി ഇമാം ശിർക്ക് ചെയ്താലും ഞങ്ങൾ പറയും, ഷൗക്കാനി ശിർക്ക് ചെയ്താലും ഞങ്ങൾ പറയുന്നുണ്ട്. ഹനീഫ പ്രഖ്യാപിക്കുകയാണ്. കേട്ടോളൂ.
ഇതിന്റെ മുകളിൽ ഇങ്ങനെ കെട്ടിപ്പണിഞ്ഞ് അയാൾ മുസ്ലിക്കായില്ലേ, ഇയാൾ മുസ്ലിക്കായില്ലേ, നേവി മുസ്ലിക്കായില്ലേ, മറ്റയാൾ മുസ്ലിക്കായില്ലേ എന്ന് ചോദിച്ച് രക്ഷപ്പെടാമെന്നാണ്. ഞങ്ങൾ ഒരാളെ മുസ്ലിക്കാക്കുന്ന പണിയല്ല. ആരുടെ അരികിൽ ശിർക്ക് വന്നാലും തൗഹീദിന് വിരുദ്ധമായ വീക്ഷണം ആരുടെ അടുത്ത് വന്നാലും ഞങ്ങളത് പറയും. നിങ്ങളെ മാതിരി പിന്നെ കെ വി മുഹമ്മദ് മുസ്ലിയാർ കുഫ്രിയത്ത് കാഫിറായി. പിന്നെ അങ്ങനെ അപ്പൊ ഇവരൊന്ന് കെ വിനെ കാഫിറാക്കിയ അത് കെ വി കാഫിറല്ലെങ്കിൽ കാഫിർ ആരുണ്ടാവുക? ഇവിടുത്തെ ആളല്ല, നിങ്ങളാണ് ഇതൊക്കെ ചെയ്തത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആരെയും കാഫിറാക്കുന്ന മുശ്രിക്കാക്കുന്ന പണിയല്ല. മൂപ്പര് വിചാരിച്ചു. അപ്പൊ ആരെയും മുശ്രിക്കാൻ ഞങ്ങൾ പറയില്ല, പക്ഷെ ശിർക്ക് ആരെയും സംഭവിച്ചാലും ഞങ്ങൾ പറയും. അത് ശരിയാ, മുജാഹിദ് പ്രസ്ഥാന നിലപാട് തന്നെ അത്. പക്ഷേ ശിർക്ക് അല്ലാത്ത ഒരു കാര്യം ശിർക്കാണെന്ന് സമ്മതിച്ചു കൊടുത്തപ്പോ ആരൊക്കെ ശിർക്കിലകപ്പെട്ടു? അത് ചിന്തിക്കണ്ടേ? ഇത്ര കാലം നമ്മൾ ശിർക്കാന്ന് പറയാത്തൊരു കാര്യം മൂവാറ്റുപുഴ എത്തിയപ്പോൾ ശിർക്കാണെന്ന് പറഞ്ഞതുകൊണ്ടുണ്ടായ അപകടം എന്താ? ഇപ്പം ഹനീഫ തന്നെ ചോദിക്കുന്നുണ്ട്, ആ ഇമാം മുശ്രിക്കായില്ലേ, ഈ ഇമാം മുശ്രിക്കായില്ലെന്ന്. എല്ലാ സംവാദത്തിലും ചോദിക്കാറില്ലേ? പുതിയതായിട്ട് ചോദിക്കുകയാണോ? എല്ലാ സംവാദത്തിലും ചോദിക്കുന്നത് ഇമാമുകൾ ഇസ്തിഗാസ ചെയ്തു എന്ന് വാദിച്ചുകൊണ്ടാണ്. അത് നമ്മൾ കൊടുക്കുന്ന മറുപടി എന്താ? ഇമാമുകളാരും നമ്മൾ തമ്മിൽ തർക്കത്തിലുള്ള ഇസ്തിഗാസ ചെയ്തിട്ടില്ല, അതുകൊണ്ട് അവർ ശിർക്കിലേക്ക് പോയി എന്ന ആരോപണവും ശരിയല്ല. എന്നാൽ ഇപ്പതല്ല, ശിർക്ക് അല്ലാത്ത ഒരു കാര്യം ഇമാമികൾ ചെയ്തത് ഇസ്തിഗാസക്ക് തെളിവായി അവർ പറഞ്ഞപ്പോ അവർ അനുവദിച്ചു കൊടുക്കുകയാണ്. അത് ചെയ്തത് തന്നെയാണ്, ചെയ്തത് ശിർക്കാണ്. അപ്പൊ എന്തായി? ഇവർക്ക് തെളിവായി. ഇമാം നവവിയും ഇമാം അഹമ്മദും ഒക്കെ ഈ മുസ്ലിയാക്കന്മാരുടെ ഇസ്തിഗാസ ചെയ്തവരാണ് എന്ന് സമ്മതിച്ചു കൊടുക്കല്ലേ? വാസ്തവത്തിൽ അത് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഈ ഒരു ഹദീസ്, ഒരു ദുർബലമായ ഹദീസ് മരിച്ചവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തെളിവായി കുറെ കാലമായി ഖുബൂരികൾ ഉദ്ധരിക്കുന്നു. നൂറുകണക്കിന് കൊല്ലങ്ങളായി സലഫി പണ്ഡിതന്മാർ അതിന്റെ മറുപടി പറയുന്നു. ആ മറുപടിയിൽ എല്ലാവരും പറഞ്ഞ മറുപടിയാണ്.
അത് പറ നബിയേ. മലരെ കുറിച്ച് പറോ, അത് പറ നബിയേ. ജിന്നുകളെ കുറിച്ച് എന്തോ അത് പ്രിയത്തെ ഗൗരവപ്പെട്ടതാണ് ഈ വിഷയം. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ്, നമ്മുടെ ബഹുമാന്യായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ അക്ബർ സാഹിബ് വീഡിയോ കോൺഫറൻസിൽ ഓൺലൈൻ ഉണ്ട്. അദ്ദേഹവും നമ്മളോട് സംസാരിക്കുന്നതായിരിക്കും. നമുക്ക് ചോദ്യോത്തര സെക്ഷൻ ഉടനെ തുടങ്ങാവുന്നതാണ്. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എൻ്റെ പേര് ഇസ്മായിൽ, സ്ഥലം നെടുവന്നൂർ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അധിക്ഷേപിച്ചുകൊണ്ട് ലോക രാഷ്ട്രങ്ങളിൽ വ്യത്യസ്തമായ കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിരപരാധികളെ കൊന്നിട്ടുണ്ട്, പൊതുമുതൽ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ പലതും ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു സത്യവിശ്വാസി എന്ന നിലക്ക് നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? വിശ്വാസി എന്ന നിലക്ക് നമ്മൾ എങ്ങനെയാണ് പ്രതിഷേധിക്കേണ്ടത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്നോട് മാത്രം സഹായം ചോദിക്കുന്നു. അവിടെ ഇന്നേ മാത്രം ആരാധിക്കുന്നു എന്ന് പറഞ്ഞ അള്ളാഹുവാടെ വെറുതെ നിന്നിട്ട് നിന്നോട് മാത്രം സഹായം ചോദിക്കുന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കിയാണ്. ഈ സഹായത്തേട്ടം ഇന്ന് ഈ തൗഹീദി പ്രസ്ഥാനത്തെ അലങ്കോലപ്പെടുത്താൻ ആഗോളാടിസ്ഥാനത്തിൽ പല പദ്ധതികൾ നടത്തി ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ ശ്രമിച്ചത് നമുക്കറിയാം. ഇപ്പോൾ ഒരു പുതിയ ഇസവും കൂടി ഈ തൗഹീദി പ്രസ്ഥാനം നശിപ്പിക്കാൻ വന്നത് ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കാം, സഹായം തേടാനെന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ പറഞ്ഞവർ വീണ്ടും പറയുന്നത് അങ്ങനെ പറഞ്ഞിട്ട് വാദിച്ചില്ല. ഇവിടെ നിങ്ങൾ ഈ പരിപാടി കഴിയുന്നവരെ ശ്രദ്ധിക്കുക, എന്നിട്ട് അത് മനസ്സിലാക്കുക. അദ്ദേഹം അങ്ങനെ പറഞ്ഞു, അങ്ങനെ വിശ്വാസം നിങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കാം, സഹായം ഉദാഹരണത്തെ വ്യാഖിച്ച് ഒപ്പിക്കാച്ച് പുറത്താക്കിയിട്ട് ഏതോ ആഴ്ചകൾ കഴിഞ്ഞ് പിന്നെ പുറത്ത് അതിന് മുമ്പില്ലാവില്ലേ അപ്പുറത്ത് എന്നെ കുറിച്ചാ പറഞ്ഞത്. എന്നെ കുറിച്ച് പറയാം, ഞാൻ ജിന്നുകളെ വിളിച്ച് പ്രാർത്ഥിക്കാം, സഹായം തേടാമെന്ന് പറഞ്ഞ് ധിക്കരിപ്പിക്കുകയാണ്. ഇവരെല്ലാവരും പറയുന്നത് അതാണ് ഗീബൽസിന്റെ തന്ത്രം. ഗീബൽസ് എന്ന് പറയുന്ന ലോകം നുണയന്റെ തന്ത്രതാണ്. ഒരു നുണഭാഗം കഴിഞ്ഞ റമദാനിൽ പ്രസംഗിച്ചതാ കണ്ണൂരെ പള്ളിയിൽ. എന്നൊക്കെ പറഞ്ഞു വന്നാൽ തഫ്സീറിലോ റസൂലുള്ളാഹിന്റെ തഫ്സീറിലോ വിശദീകരണത്തിലോ ഇവരോട് ജിന്നുകളോടോ ശൈത്താനോടോ പ്രാർത്ഥിക്കാമെന്ന് പറയാൻ നാളിതുവരെ ഒരാൾക്കും കഴിഞ്ഞിട്ടില്ല. പറഞ്ഞ ആളുകളൊക്കെ ഇസ്ലാമിന്റെ ശത്രുക്കളാണ്. അള്ളാഹനെ മാത്രം ആരാധിക്കാൻ അള്ളാഹ്ക്കെന്താ മരുഭൂമിയിൽ സഹായിക്കാൻ കഴിയില്ല? അള്ളാഹ് പഴകിപ്പോയോ? എന്താ അവർ വിചാരിച്ചതിനെ പറ്റി? അള്ളാഹ് കഴിഞ്ഞോ? ക്ഷീണിച്ചോ? മരുഭൂമിയിലൊക്കെ നെഞ്ചിൽ കൈവച്ച് പറയണം. കേട്ടോ, ഈയാക്കനസ്തൈന്ന് വഴി പാട്ടം പൊരുത്തിയവരായി ഇരിക്കുന്ന നിങ്ങൾ ഇപ്പൊ നമ്മൾ പോയി പറയണമെന്ന് ജിന്നിനോട് വൈദ്യ സ്ഥലത്തും താഴ്ത്താൻ ആര് പറഞ്ഞു?
ലൈഫായ ഹദീസായാലും അമലില്ല. ആരെ പഠിപ്പിച്ചത്? ഏത് ശറയിലുള്ളത്? എവിടുന്നോ വന്നിട്ട് കുട്ടികൾ പറയാ എന്തിനും ആർക്കും. അതപ്പോഴത്തെ കാലമാണ്. ഇത് ഉസ്താദ്, മറ്റൊരു ശിഷ്യൻ. ഇയാളെ SLRC പഠിച്ച ആളാ, ഡോക്ടർ ബഷീർ. അപ്പൊ അതിന്റെ ക്വാളിറ്റി ഉണ്ടാവുമല്ലോ. എന്താ പറഞ്ഞത്? മരുഭൂമിയിലെത്തേണ്ട അള്ളാഹ്ക്ക് സഹിക്കാൻ കഴിയൂലേ? അള്ളാഹ് പഴങ്ങിയോ? മരുഭൂമി നിന്ന് അള്ളാഹല്ല പിടിക്കാം. ചില കുട്ടികളൊന്ന് പറയാം, മരുഭൂമി അള്ളാഹത്തോട് ദ്വയർക്കാൻ ഈ ആക്കരാബുദ് വൈ ആക്കര തനിച്ച ഖുറാബിനേക്കാൾ അത് പതിച്ചു. ഇങ്ങനെ ഉണ്ട് ഒരു തെറ്റിദ്ധരിപ്പിക്കല്. ആരാണ് പറഞ്ഞത്? നിങ്ങൾ തെളിയിക്ക്. നിങ്ങൾ ഈ സംഘടനയും സംവിധാനവും ഉപയോഗിച്ച് പാമര ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടല്ലോ. നിങ്ങൾ തെളിയിക്ക്. ആരാണ് ഇവിടെ പറഞ്ഞത് മരുഭൂമിയിലെ അള്ളാഹത്തോട് ദ്വയർക്കണമെന്ന്? കച്ച കളവ് പറഞ്ഞിട്ട് സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഇതും കേട്ട് വിശ്വസിച്ച് മുഖം തിരിച്ചു നടക്കുന്ന സാധാരണക്കാരെ പരലോകമുണ്ടെന്ന് ഓർത്തോളൂ. ഇത് തനിച്ച ശിർക്കാരോപണമാണ്. എന്നിട്ട് TP പറയാണ്, ഒളി കേന്ദ്രങ്ങളിലും രഹസ്യ കേന്ദ്രങ്ങളിലും ഇരുന്ന് ഈ ആശയം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റൊരാരോപണം കേട്ടോളി. മുജാഹിദുകൾ സമൂഹത്തിൽ അപമാനിക്കപ്പെടുന്നു. മുജാഹിദുകളെ സംബന്ധിച്ച് ഇവർ ഈ നാട്ടിൽ മുഴുവൻ വാർത്ത വരുന്നു. അവർ ജിന്നിനോട് സഹായം തേടുന്നു. ജിന്ന് കൂടുന്നു, അടിച്ചിറക്കുന്നു. ഒരുപാട് മന്ത്രവാദങ്ങളെ സംബന്ധിച്ച് നാം കേൾക്കുന്നു. അപമാനകരമായ ഒട്ടധികം വാർത്തകൾ കൊണ്ട് വേദനിക്കുന്ന ഒരു സാഹചര്യമാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിലുള്ളത്. എന്നിട്ടും ചിലരെങ്കിലും എല്ലാം അറിഞ്ഞുകൊണ്ട് ചോദിക്കുന്നു, ഇവിടെ എന്താണ് ഉണ്ടായത്? ആരാണ് ഇവിടെ പറഞ്ഞത്? ആരാണ് ഈ വാദത്തിന്റെ ആളുകൾ? വളരെ നിസ്സാരമായി ഇതിനെ പറയുകയും ഇങ്ങനൊരു വിശദീകരണ യോഗം വെക്കേണ്ട ആവശ്യം എന്താണ്? അതൊന്ന് നിർത്താൻ പറയുമോ? നിർത്തിയാൽ എന്താണ് സംഭവിച്ചത്? ഇടക്കാലത്ത് ഈ വാദങ്ങളെ ശക്തമായി വിശുദ്ധ ഖുർആനിന്റെയും പ്രവാചക ചര്യയുടെയും അടിസ്ഥാനത്തിൽ അത് ഈ ആളുകളെ ബോധ്യപ്പെടുത്താൻ, ഇതിന്റെ വേരുകൾ അന്വേഷിച്ച് ആ വേരുകൾ മുറിച്ചു കളയാൻ, ഇതിനെ സ്വകാര്യമായി പാതിരാത്രികളിലും ഒളിക്കേന്ദ്രങ്ങളിലും വെച്ച് ഈ വികലമായ ഈ ആശയം, തൗഹീദിൽ നിന്ന് ശിർക്കിലേക്ക് പോകുന്ന ഈ ആശയം, ആ ആശയം സ്വകാര്യമായി പഠിപ്പിക്കപ്പെടുമ്പോൾ അത് വേദനിച്ച് അതിന്റെ ആളുകളെ വിളിച്ചു വരുത്തി അവരുമായി ബുദ്ധിപരമായ വൈജ്ഞാനികമായ സംവാദങ്ങളിൽ ഏർപ്പെട്ട് തെറ്റ് തിരുത്താൻ ഒട്ടേറെ സന്ദർഭങ്ങളും അവസരങ്ങളും ഉണ്ടാക്കുകയും അതിനെ പ്രതീക്ഷയോടുകൂടെ കാത്തിരിക്കുകയും ചെയ്യുകയായിരുന്നു മുജാഹിദ് കേരളം. നോക്കൂ, നിങ്ങളൊരു സംഘടനയുടെ ഉത്തരവാദപ്പെട്ട ആള് പറയാണ്, പാതിരാത്രികളിലും ഒളികേന്ദ്രങ്ങളിലും ഇരുന്ന് ഈ രഹസ്യമായ അജണ്ട പഠിപ്പിച്ചിരുന്നു. ഒരു തെളിവ് TP ഉദ്ധരിക്കാൻ പറ്റുമോ? ഇവിടെ ഒളികേന്ദ്രങ്ങളിൽ ഇവിടെ ഇരുന്നത് ഇപ്പൊ പഴയ വളണ്ടിയർ കോർ പോലെ ഇവിടെ എന്തൊക്കെയോ പ്രവർത്തനങ്ങൾ ഗൂഢമായി നടക്കുന്നുണ്ട് എന്ന് വരുന്ന പാവപ്പെട്ട മുജാഹിദ് പ്രവർത്തകരെ തെറ്റിദ്ധരിപ്പിക്കാൻ കല്ലുവെച്ച നുണ പറഞ്ഞു നടക്കുകയാണ്. ഇയാളൊക്കെ പ്രസിഡന്റ് ആകാൻ കൊള്ളുവോ? അവളൊന്ന് ആലോചിച്ച് നോക്കി. കോക്കസിന് വേണ്ടി ഇത്ര തരം താഴാൻ പറ്റുമോ? ഇയാണ് രാജ്യങ്ങളും കൂടിയത്. എവിടെയാണ് ഒളികേന്ദ്രങ്ങളിലൂടെ ഈ ആശയം പ്രചരിപ്പിച്ചത്? ജനങ്ങളെ വിളിച്ചുകൂട്ടി ദീനിനു വേണ്ടി പിരിച്ചെടുത്ത പണം കൊണ്ട് പ്രസംഗിക്കാണ്. പച്ച നുണ ആളുകളുടെ മുമ്പിൽ. സുഹൃത്തുക്കളെ, പറയേണ്ടി വന്നതിൽ ഖേദമുണ്ടിത്. ഇതൊന്നും പറയാൻ വിചാരിച്ചതല്ല, പക്ഷേ നിവൃത്തിയില്ലാത്തത് കൊണ്ട് പറയാണ്. പാവപ്പെട്ട ജനങ്ങൾ ഇന്ന് ഞങ്ങളൊക്കെ സിർക്കിലേക്ക് പോയി, ഞങ്ങളൊക്കെ തനിച്ച ഖുറാഫാത്തിലേക്ക് പോയി എന്ന് തെറ്റിദ്ധരിച്ചത് ഇത്തരത്തിലുള്ള ആളുകളുടെ നാക്കിട്ടടി കൊണ്ടാണ്. ഇല്ലാത്ത കാര്യങ്ങൾ ഊതി വീർപ്പിച്ച് പച്ചക്കളവ് പറഞ്ഞ് പാവപ്പെട്ട ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചത് കൊണ്ടാണ്. വാസ്തവത്തിൽ ഇങ്ങനെ ആശയം മുജാഹിദുകളിൽ ആർക്കുമില്ല. ഇല്ലാത്തത് പറഞ്ഞ് സംഘടനയിൽ അധികാരവും സ്ഥാനമാനങ്ങളും പിടിച്ചെടുക്കാനും അത് നിലനിർത്താനും വേണ്ടി അബ്ദുറഹ്മാൻ സലഫി ഉണ്ടാക്കിയ ഒരു ഫിത്നയാണ് യഥാർത്ഥത്തിൽ ഇന്ന് നമ്മുടെ പ്രസ്ഥാനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നേതാക്കന്മാരല്ലേ, നമ്മൾ നേതാക്കന്മാരൊപ്പം നിൽക്കണ്ടേ? ഇവിടുത്തെ ഒരാൾ എന്നോട് പറഞ്ഞ, നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, ഞങ്ങൾ നേതാക്കന്മാരെപ്പേ നിൽക്കൂ. അങ്ങനെയല്ലല്ലോ പണ്ട് നമ്മൾ പറയല്. പണ്ട് നമ്മൾ പറയലെന്താ, നിങ്ങളൊക്കെ എത്ര വലിയ നേതാക്കളായിട്ടും കാര്യമല്ല, ഞങ്ങൾ പ്രമാണത്തിന്റെ ഒപ്പേ നിൽക്കും. അതല്ലേ കടവത്തൂരിന്റെ സംസ്കാരം അല്ലേ? ഇവിടെ ഇപ്പോ എത്ര വലിയ ഹുസൈൻ മടവൂർ എത്ര വലിയ നേതാവാ, CP ഉമ്മർ സലീം എത്ര വലിയ നേതാവാ. എന്തേ നമ്മൾ അവരൊപ്പം പോകാതിരുന്നത്? പ്രമാണത്തിന്റെ പിൻബലമില്ലാത്തത് കൊണ്ടല്ലേ. അപ്പൊ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, പ്രമാണത്തിന്റെ പേ നിൽക്കൂ എന്നല്ല, അതല്ലേ പറയേണ്ടത്. നേതാക്കന്മാരെ പേ നിൽക്കൂ എന്നുള്ളത് അത് ഖുറാഫി ഭാഷ്യമാണ്. അതല്ലേ ഇപ്പൊ കുഞ്ഞാള് പറഞ്ഞേ, EK മഹാപണ്ഡിതനല്ലേ, കണ്ണിയത്ത് മഹാപണ്ഡിതനല്ലേ, ജമിയത്ത് സമസ്ത കേരള ജമിയത്ത് മഹാപണ്ഡിത സംഘടനയല്ലേ.
അവർക്കൊക്കെ കൂടി പയച്ചോന്ന് ഞങ്ങൾ വിശ്വസിക്കണില്ല. അപ്പൊ ആ നുകത്തുനിന്ന് തലെടുത്തിട്ട് ഈ നുകത്തിൽ വെച്ചെടുക്കുക. ആ തക്ലീദിന് പകരം ഈ തക്ലീദ്, ആ പണ്ഡിത സഭ അവർ തക്ലീദ്, ഈ പണ്ഡിത സഭ ഇവര് തക്ലീദ് ചെയ്യുന്നു. ഇതാണോ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യം? സക്കരിയ പറഞ്ഞതിനെ തക്ലീദ് ചെയ്യണമെന്ന് പറയുന്നില്ല. നിങ്ങൾ പഠിക്കണം, മനസ്സിലാക്കണം, ചിന്തിക്കണം, അന്വേഷിക്കണം, എന്നിട്ട് മാത്രം നിങ്ങൾ നിലപാട് സ്വീകരിക്കണം എന്നാണ് സുഹൃത്തുക്കളെ എനിക്ക് പറയാനുള്ളത്. ഈ ആരോപണവുമായി ഹുസൈൻ മടവൂരിന്റെ വിഭാഗം നമ്മൾ ശിർക്കിലേക്ക് പോയി, നിങ്ങൾ പോയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ വെല്ലുവിളിച്ചുകൊണ്ട് ഇന്ന് ഈ മൂവർ സംഘത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ സഹോദരൻ അനസ് തിരുവനന്തപുരത്ത് നിന്ന് പറയാണ്, അങ്ങനൊന്നും നിങ്ങൾ തെളിയിച്ചാൽ മടവൂരികളെ നിങ്ങൾക്കെതിരെ ഞാൻ ഇനി സ്റ്റേജിൽ കയറൂല. കേട്ടോളൂ. എവിടെയെങ്കിലും കണ്ടാൽ അതെടുത്തുദ്ധരിച്ച് കോട്ടിവാട്ടി അത് ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് മുജാഹിദുകൾ ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്ന് പറയുന്നവരാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ ചില ആളുകൾ ബോധപൂർവ്വം ശ്രമിക്കുകയാണ്. 1000 കുതിരശക്തിയോടെ അത്തരം വാദമുന്നയിക്കുന്നവരെ വെല്ലുവിളിക്കുന്നു. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഏതെങ്കിലും ഒരു പണ്ഡിതൻ, ആ പണ്ഡിതൻ എന്നീ സമയത്ത് ഉറക്കെ പ്രഖ്യാപിക്കാൻ ഞാൻ ഒരുക്കമാണ്. ഏതായാലും മുഖാമുഖം നേരത്തെ അറിയിച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും അങ്ങനെ ഒരു ഉദ്ധരണി തെളിയിക്കാൻ സമർത്ഥിക്കാൻ കഴിയുമെങ്കിൽ ഇവിടെ അവർ സമർത്ഥിച്ചു കൊള്ളണം, പറഞ്ഞുകൊള്ളണം. ഞങ്ങളൊക്കെ അങ്ങ് പോയിട്ട് മുസ്ലിം പ്രസ്ഥാനത്തിലേക്ക് വരുന്ന ചെറിയ കുട്ടികളുണ്ടാവും. അങ്ങനെ കൃത്യമായി വ്യക്തമായി കാര്യങ്ങളൊക്കെ പഠിച്ചറിയുന്നതിന് മുമ്പ് അവരുടെ ചെവിയിൽ കുറുമ്പി അങ്ങനെ കൊണ്ടുപോയി അങ്ങനല്ലേ ഇങ്ങനല്ലേ എന്ന് ചോദിച്ച് ചിത്രമുണ്ടാക്കാൻ നിൽക്കാതെ കൃത്യമായി അങ്ങനെ മുജാഹിദുകൾ പറഞ്ഞിട്ടുണ്ട്, തെളിയിക്കാൻ ഞങ്ങൾക്ക് കഴിയും, അതിന് തെളിവ് ഞങ്ങൾ ഹാജരാക്കാം എന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമെങ്കിൽ ആരോപണം കൊണ്ട് കാര്യമില്ല, തെളിവ് വരണം, തെളിവ് കൊണ്ടുവരണം. ആ തെളിവ് കൊണ്ടുവന്നാൽ അതിനെ സംബന്ധിച്ച് ഇൻഷാ അല്ലാഹ് ഞാൻ വിശദീകരിച്ചു തരാം. 2009 പറയാണ്. അപ്പൊ ഇവര് പറഞ്ഞെന്താ 5 കൊല്ലായിട്ട് ഞാൻ ശിർക്കിലാന്നാ. എത്ര ഉദ്ധരണി ഉണ്ടാവും മടവൂരിലേക്ക് കൊണ്ടുവരാൻ? 2009 പറയാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഏതെങ്കിലും ഒരു പണ്ഡിതൻ അങ്ങനെ പറഞ്ഞ് കൊണ്ടുവന്നോളി, മുഖാമുഖമാണ്, ഇപ്പൊ കൊണ്ടുവരണം, ധൈര്യമുണ്ടെങ്കിൽ. ഞാൻ എത്ര സ്ഥലത്ത് വെല്ലുവിളിച്ചു. ഈ 2011 തലശ്ശേരിയിൽ വെച്ച് ഞാൻ വെല്ലുവിളിച്ചു. ഈ 2011 ഫെബ്രുവരിയിൽ അബ്ദുറഹ്മാൻ സലഫി തന്നെ പയ്യന്നൂരിൽ നടന്ന മുഖാമുഖത്തിൽ പറഞ്ഞെന്താ, ഇവർ ഈ പറഞ്ഞു നടക്കുന്ന അള്ളാഹു അല്ലാത്ത വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ ഈ പ്രസ്ഥാനത്തിൽ ഉണ്ടെന്നത് തികച്ച കള്ളപ്രചരണമാണ് എന്ന് ആര് പറഞ്ഞു? ഈ പറഞ്ഞ അബ്ദുറഹ്മാൻ സലഫി തന്നെ പറഞ്ഞു. വേണ്ട, 2011 നവംബറിൽ ബഹ്റൈനിൽ വെച്ച് നടന്ന മുഖാമുഖത്തിൽ ഒരു AP സുന്നിക്കാരൻ ചോദിക്കാണ്, റഷീദ് കല്ലേരി എന്നൊരു ഖുറാഫി ചോദിക്കാണ്, സക്കരിയ സലാഹി ജിന്നുകളെ വിളിച്ച് സഹായം തേടാന്ന് അഭിപ്രായമുള്ള ആളാണല്ലോ. മനസ്സുമോളി പറഞ്ഞില്ല, അദ്ദേഹത്തിന് അങ്ങനെ വാദമല്ല. അദ്ദേഹം അങ്ങനെ വാദിച്ചിട്ട് അദ്ദേഹത്തെ പ്രസംഗത്തിന് വിളിക്കാൻ പാടില്ല എന്ന് AP പറഞ്ഞ ക്ലിപ്പുണ്ട് എന്റെ കയ്യില്. അപ്പൊ എന്താ സംഗതി? ഒരു മടവൂരി AP ഫോൺ ചെയ്തു. ഞാൻ കായംകുളത്ത് പ്രസംഗിക്കാൻ പോയിന്റെ പിറ്റേന്ന്, സാർ ഇവിടെ ഞങ്ങള് ഇന്നലെ സക്കരിയ സലാഹിന്റെ പ്രസംഗം ഉണ്ടായിരുന്നു, അദ്ദേഹം ഇവിടെ വന്നിട്ട് ജിന്നുകളെ വിളിച്ച് പ്രാർത്ഥിക്കാനും ജർമ്മനിയിൽ നിന്ന് മരുന്നെടുത്തോണ്ട് വരുന്ന കാര്യവും മറ്റുമൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അബ്ദുറഹ്മാൻ സലഫിന്റെ ജിദ്ദാസിയുടെ കേട്ട് റാഹത്തിൽ ഇരിക്കാനും ആകെ പ്രശ്നമായി. അങ്ങനെ പറഞ്ഞോ? പറഞ്ഞു സർ, പറഞ്ഞു. എത്ര ഞങ്ങൾ ആകെ വിഷമത്തിലായി എന്നൊക്കെ കണ്ട്. എന്താ സാർ ഇയാൾക്ക് നടപടി എടുത്തോടെ? എന്തൊക്കെയോ നടപടി എടുത്തു എന്ന് കേട്ടല്ലോ, ഒന്നും ശരിയായില്ല സർ, എന്താണ് സർ എന്നൊക്കെ ചോദിച്ചപ്പോ, എന്നാ നിങ്ങൾ ഓനെ പ്രസംഗത്തിന് വിളിക്കണ്ട, അല്ലാതെ എന്താ അപ്പൊ ഞാൻ പറയാ. അപ്പൊ പ്രായം ചെന്ന ആളുകളെ ആരാണെന്ന് ബോധ്യപ്പെടുത്താൻ തെറ്റിദ്ധരിപ്പിച്ചതാ. ഞാൻ AP-നെ വിളിച്ചു, സർ നിങ്ങൾ എന്നോടൊന്ന് ചോദിച്ചോ, സക്കരിയ നീ അങ്ങനെ പ്രസംഗിച്ചോ? അല്ലെങ്കിൽ അവരോട് പറയണ്ട, ആ കാസറ്റ് ഒന്ന് കൊടുത്തേക്കുവാൻ അങ്ങനെ പറഞ്ഞോ? നിങ്ങൾ ആരായി വിളിക്കണത്? പച്ച മടവൂരി വിളിച്ചിട്ട് AP-നെ തെറ്റിദ്ധരിപ്പിക്കുക. എന്നിട്ട് അത് വെച്ചിട്ടാ AP സുന്നിക്കാരൻ ചോദിക്കണത് എന്ത്? നിങ്ങളെ ജനറൽ സെക്രട്ടറി AP തന്നെ സക്കരിയ സലാഹി ഇങ്ങനെ ജിന്നിനോട് സഹായം തേടാം പ്രാർത്ഥിക്കാന്ന് പറഞ്ഞ് പ്രസംഗിച്ചിട്ട് അവനെ പ്രസംഗത്തിന് വിളിക്കരുത് എന്ന് പറഞ്ഞ ക്ലിപ്പിന്റെ കയ്യിലുണ്ട്. എന്നിട്ട് അനസ് മൗലവി പറയാണ്, ക്ലിപ്പൊക്കെ അവിടെ കട്ടെ, സക്കരിയ സലാഹി പറഞ്ഞതിന് തെളിവ് തരൂ എന്ന് പറഞ്ഞിട്ട് AP സുന്നിക്കാരനെ ക്രോസ് ചെയ്യാണ്. കേട്ടോളി നിങ്ങളെ ഒന്ന്. സലാഹി പറയുന്നത് ജിന്നിനോട് സഹായം ചോദിക്കാൻ പറ്റും എന്നാണ്. അപ്പൊ ഈ ശിർക്ക് ചെയ്യുന്ന ഒരു സക്കരിയ സലാഹി സംഘടനയിൽ ഉണ്ടായിരിക്കെ തൗഹീദും ശിർക്കും എന്നുള്ള ഒരു ബാനറിൽ നമ്മൾ സംസാരിക്കുന്നതിൽ എത്രമാത്രം ഉചിതമുണ്ട് എന്നുള്ളതാണ് എന്റെ അടുത്ത ഒരു ചോദ്യം. ചില സന്ദർഭത്തില് ചിലത് അള്ളാഹ് പറയിക്കല.
നിങ്ങൾ ഒരു കളവാണ് പറഞ്ഞത്. സക്കരിയ സലാഹി അങ്ങനെ പറഞ്ഞു. സക്കരിയ സലാഹി ഇവിടെ ഇല്ല, ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ചോദിക്കായിരുന്നു താങ്കൾക്ക് അങ്ങനെ വാദമുണ്ടോ? അങ്ങനെ വാദമുണ്ട് എന്നാ സക്കരിയ സലാഹി പറയണമെങ്കിൽ ഈ മൈക്ക് സക്കരിയ സലാഹിയുടെ നേരെയായിരിക്കും തിരിച്ചു വെക്കുക. ഇനി അങ്ങനെ ഒരു വാദം ആര് പറഞ്ഞാലും അവരുടെ നേരെ മൈക്ക് തിരിച്ചു വെക്കും. അതുകൊണ്ട് ഇവിടെ ഒരു ആരോപണം ഉന്നയിച്ച സുഹൃത്തിന്, ആ സുഹൃത്തിനോട് ഞങ്ങൾക്ക് വളരെ മാന്യമായി പറയാനുള്ളത്, സക്കരിയ സലാഹിയുടെ പേരിൽ താങ്കൾ പറഞ്ഞതിന് തെളിവ് തരൂ. സക്കരിയ സലാഹിയുടെ പേരിൽ താങ്കൾ പറഞ്ഞതിന് തെളിവ് തരൂ. അങ്ങനെ സക്കരിയ സലാഹിക്ക് വാദമുണ്ട്, ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്നാണ് സക്കരിയ സലാഹി പറയുന്നത്. എന്നാൽ അതിനുള്ള തെളിവ് അദ്ദേഹം ഉന്നയിക്കട്ടെ. മറ്റൊരു കളവ് കൂടി, ഞാൻ ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്നാണ് സക്കരിയ സലാഹി പറയുന്നത് എന്ന് ഞാൻ പറഞ്ഞോ? ആയിക്കോട്ടെ, ജിന്നിനോട് സഹായം തേടാം എന്ന വാദമുള്ള ആളാണ് സക്കരിയ സലാഹി. സലാഹി ഒരുപാട് പ്രസംഗത്തിൽ ഞാൻ കേട്ടതാണ്. പറഞ്ഞിട്ടില്ല സഹായം ചോദിക്കുന്നത് പൊട്ടന്മാരെ, അത് തൗഹീദിന് പുറത്തല്ല എന്ന് മടവൂരികളെ വെല്ലുവിളിച്ചുകൊണ്ട് ചോദിക്കുന്ന പ്രസംഗം ഒരുപാട് വീണികളുണ്ട്. വേണ്ടെങ്കിൽ ഇവിടെ വിൽക്കുന്ന സ്ഥലത്തുണ്ടായിരിക്കും. ഇനി വേണമെങ്കിൽ നിങ്ങളുടെ പുസ്തകത്തിൽ നിന്ന് തന്നെ അതിന്റെ തെളിവ് വായിക്കാം. പുസ്തകത്തിൽ നിന്നല്ല, നിങ്ങൾ ഇപ്പോൾ പറഞ്ഞത് ഒന്ന് കഴിഞ്ഞിട്ട് അടുത്തിലേക്ക് ചാടിപ്പോരെ. സക്കരിയ സലാഹി അത് പറഞ്ഞു എന്ന്. സക്കരിയ സലാഹി പറഞ്ഞു, ഹാത്തു ബുർഹാനക്കും തെളിവ് താനാ ചോദിച്ചത്. സക്കരിയ സലാഹി പറഞ്ഞു എന്ന് മാത്രമല്ല, ഈ പ്രസംഗം പോയിട്ട് പ്രസംഗിച്ചിട്ട് അബ്ദുൽ ഖാദർ മൗലവി ഇദ്ദേഹത്തെ പ്രസംഗത്തിന് ഇനി വിളിക്കരുത് എന്ന് പോലും പറഞ്ഞത് നിങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ ഇവിടെ ക്ലിപ്പ് കേൾപ്പിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് അറിയിക്കുകയാണ്. അത് വെറുതെ സദസ്സിൽ വെറുതെ ഒരു മോശമായ രീതിയിൽ നിങ്ങൾ ആക്കണോ എന്നുള്ള രീതിയിലാണ് ഞാനിത് കേൾപ്പിക്കാൻ തയ്യാറാകാത്തത് എന്നും ഞാൻ പറയുകയാണ്. സക്കരിയ സലാഹി പറഞ്ഞു എന്നുള്ളതിന് തെളിവാണ്. സക്കരിയ സലാഹി പ്രസംഗിച്ചിട്ട് അവനെ പ്രസംഗിക്കാൻ ക്ഷണിക്കരുത് എന്ന് അബ്ദുൽ ഖാദർ മൗലവി, അതായത് നിങ്ങളുടെ സെക്രട്ടറി ബഹുമാന്യനായ AP അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞതുപോലും കേൾപ്പിക്കാൻ എനിക്ക് കഴിയും എന്നാണ് അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞു ഇല്ലയോ എന്നല്ല, സക്കരിയ സലാഹി പ്രസംഗിച്ചു എന്നാണ് നിങ്ങൾ പറഞ്ഞത്. ഇനി എവിടെ ഇരുന്ന് ഞാൻ പറഞ്ഞുതരാം, അവിടെ എനിക്ക് വിഷമിക്കണ്ട. ഇനി അതല്ല, അതെച്ചാല് നമ്മുടെ സാധാരണ ചില ആളുകളുടെ മുഖാമത്തിൽ ഒരു ഇര കിട്ടിയാൽ അവിടെ കൊളുത്തി വലിക്കല. അതറിയാത്തതുകൊണ്ടല്ല നമ്മൾ അങ്ങനെ ആ രൂപത്തിൽ അദ്ദേഹത്തെ വഷളാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനി ഒരു കാര്യം പറയട്ടെ, AP അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞു അദ്ദേഹം വേറൊരു ട്രെയിനിങ്ങിലേക്ക് പോവാണ്. ആയിക്കോട്ടെ, ഇതിപ്പോ വാല് പൊക്കുമ്പോൾ അറിയാം എന്തിനായി പോണത് എന്നുള്ള വിവരം നമുക്കറിയാം. അപ്പോ നാട് നീളെ ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തെറ്റിദ്ധാരണ, ആ തെറ്റിദ്ധാരണയിൽ കുടുങ്ങിയിട്ടോ അല്ലാതെയോ ആണ് അദ്ദേഹം ഇവിടെ വന്നിട്ടുള്ളത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അദ്ദേഹത്തിന് സക്കരിയ സലാഹി ജിന്നൊന്നുമല്ല വിഷയം. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ചോദിക്കാൻ ഒരുപാട് വിഷയങ്ങളുണ്ട്. ആ വിഷയത്തിലേക്ക് ഞങ്ങൾ ഇൻഷാ അല്ലാഹ് നിങ്ങളെ കൊണ്ടുവരിക തന്നെ.